بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا وشفيعنا وقرة أعيننا محمد صلى الله عليه وعلى آله وصحبه وعلينا وعلى مشايخنا وأساتذتنا ومصنفي كتبنا وذوينا وأحبابنا وسائر المؤمنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ولا حول ولا قوة إلا بالله العلي العظيم. رب يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا، رب تمم بالخير والسعادة، والله ولي التوفيق ومنه التحقيق وبه التصديق. إنما الأعمال بالنيات والعاقبة للمتقين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഇനി റൗസുൻ നജസ്സുകൾ എണ്ണുകയാണല്ലോ. അപ്പോൾ കൈ ഒക്കെ പറഞ്ഞു. ഇനി റൗസുൻ കാഷ്ടവും ബിൽ മുസല്ലസത്തി, അത് മൂന്നക്ഷരമുള്ള സാ ആണ് നിർത്തം. താ ആകുമ്പോൾ ബിൽ മുസന്നാത്തി എന്ന് പറയാം, രണ്ടക്ഷരമുള്ള താ. പിന്നെ പുള്ളിയൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ 3-2 പോവുക, 2-3 പോവുകയൊക്കെ ചെയ്യാൻ സാധ്യത ഉണ്ടല്ലോ, അല്ലെ തീരെ ഇല്ലാതായി പോകാനും സാധ്യത ഉണ്ട്. അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യുക, ഈ മുസല്ലസത്ത് മുസന്നാത്ത് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് അത് സിഫത്ത് കാശിഫത്താണ്. പിന്നെ റൗസ് എന്ന് പറഞ്ഞത് എല്ലാ ജീവിൻ്റെയും കാഷ്ടത്തിന് പറയുമോ, അതല്ല മനുഷ്യനല്ലാത്തതിൻ്റെനാണോ പറയുക, അല്ല ഈ കുളമ്പ് എന്താണുള്ള മൃഗങ്ങളുടേനാണോ പറയുക, അല്ല എന്താണ് മനുഷ്യൻ്റെന് മാത്രമാണോ, അതുപോലെ അജറത്ത് എന്ന് പറയുന്നതുമായിട്ട് മുത്തറാദിഫാണോ എന്നൊക്കെ എന്ത് അജിറത്ത്, അതൊക്കെ ഖിലാഫുണ്ട്. അതാ ഞാൻ പറയുന്നത്. ഓഹുവ റൗസ് എന്ന് പറഞ്ഞാൽ ഇമ്മ ഖാസും ബിമാമിനൽ ആദമി, മനുഷ്യനിൽ നിന്നുള്ള ആ ഒരു കാഷ്ടത്തിന് ഖാസാണ്. അപ്പോൾ മസലവിനെ പറയുന്നുണ്ട്, ലുവത്താണ് ഇപ്പോൾ പറയുന്നത്. കൽ അജിറത്തി, അജിറത്തി എന്ന് പറഞ്ഞാൽ ദാലിന് കസറാണെന്ന് ഷെർവാനി ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ അജിറത്ത് ഔ ബിമാ മിൻ ഗൈരിൽ ആദമി, അല്ലെങ്കിൽ ആദമി അല്ലാത്തതിൽ നിന്നുള്ള ഖാസാണ്. അപ്പൊ ആദമീൻ്റെന് പറയൂല, ആദ്യം പറഞ്ഞതനുസരിച്ച് ആദമീൻ്റെന് മാത്രമേ പറയുള്ളൂ. ഇതനുസരിച്ച് മറ്റുള്ള ഏത് ജീവിന്റെയും കാഷ്ടത്തിനാണ് പിന്നെ റൗസ് എന്ന് പറയുക. ഔ ബിമാ മിൻ ദിൽ ഹാഫിരി, അല്ലെങ്കിൽ മറ്റ് എല്ലാ മൃഗങ്ങളും ഇല്ല, കുളമ്പ് ഉള്ള മൃഗങ്ങൾ, പശു, കാള, ആട്, പോത്ത്, എരുമ, ഇങ്ങനെ തുടങ്ങിയ എന്താണ് ഒട്ടകം, ഇതൊക്കെ ഹാഫിറുള്ളതാണല്ലോ. പിന്നെ അതിന്റെ കാഷ്ടത്തിനാണ് പറയുക. ഔ അമ്മു, അല്ലെങ്കിൽ എന്താണ് അമ്മാണ്, ഇതിനെ എല്ലാത്തിനെയും അമ്മാക്കും. മനുഷ്യൻ്റെതായതും അല്ലാത്തതാണെങ്കിലും ഹാഫിറുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും എല്ലാത്തിനും പറയും എന്ന് അമ്മാണ്. ഔ ഹുവ ഔ ഇമ്മ ഖാസുൻ എന്ന് പറഞ്ഞതിന്റെ മേലത്തുമാണ്. ഔ അമ്മു, അല്ലെങ്കിൽ അമ്മാണ്. അമ്മാവുമ്പോ അതിന്റെ അർത്ഥം. എന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് പറയുന്നു ഓഹുവ മാഫി ദഖായിഖി, അതാണ് ദഖായിഖിലുള്ളത്. അപ്പൊ ഈ നബി ഇമാം റളിയല്ലാഹു അൻഹു ദഖായിഖുൽ മിൻഹാജിൽ റൗസിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ, അമ്മാണ്, മനുഷ്യന്റെനും അല്ലാത്തതിനും ഹാഫിറുള്ളതിനും ഇല്ലാത്തതിനും എല്ലാത്തിന്റെയും കാഷ്ടത്തിന് പറയും. അത് മത്സ്യത്തിൻ്റെതാണെങ്കിലും പക്ഷിയുടേതാണെങ്കിലും എല്ലാത്തിനും പറയുന്ന ഫഅല ഗൈരിഹി. അപ്പൊ ഈ അമ്മല്ല എന്ന് പറഞ്ഞ 3 അഭിപ്രായം ഉണ്ടല്ലോ, അതിന്റെ മേലെടുത്താല് ഇവിടെ ഏതാ ഉദ്ദേശം? ഇവിടെ ഉദ്ദേശം എന്താണ്, റൗസ് എന്ന് പറഞ്ഞതുകൊണ്ട് അമ്മാണ് ഉദ്ദേശം. കാരണം നജാസത്ത് എണ്ണാണല്ലോ, അത് എല്ലാ കാഷ്ടവും നജസ് തന്നെയാണ്. അപ്പൊ അമ്മാണ് ഉദ്ദേശം. അപ്പൊ മറ്റേ ലോകത്തർത്ഥം അനുസരിച്ച് പിന്നെ ബാക്കിയുള്ളതിനെ കുറിച്ച് ഇവിടെ എങ്ങനെ പ്രയോഗിച്ചത് ഫഅല ഗൈരിഹി. ഈ അമ്മ എന്നത് അല്ലാത്ത അഭിപ്രായത്തിന്റെ മേലെടുത്താൽ ഉരീദ ബിഹി, ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടു അല്ല അമ്മു. ആ റൗസ് എന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ ഉദ്ദേശിക്കപ്പെട്ടു. എങ്ങനെ തവസ്സുഅൻ, മജാസായിട്ട് എന്ത് ചെയ്തു, അതിനെ മജാസാക്കിയതാണ്.
വ ബൗലുൻ പിന്നെ ബൗലും വലൗ മിൻ താഇരിൻ ആ ബൗല് താഇറിൻ്റെതാണെങ്കിലും വ സമക്കിൻ്റെതാണെങ്കിലും വ ജറാദിൻ്റെതാണെങ്കിലും എല്ലാം അതൊക്കെ നജസല്ലാന്ന് ചിലവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വലൗമിൻ താഹിർ എന്ന് പറഞ്ഞ ബൗലിലേക്ക് മാത്രമല്ല രണ്ടിലേക്കും മടങ്ങുന്ന ആ റൗസും എന്ന പോലെ ബൗലും താഹിറിൻ്റെതാണെങ്കിലും സമക്കിന്റെ ആണെങ്കിലും ജറാദിന്റെ ആണെങ്കിലും വമാലാ നഫ്സലഹു സായിലത്തുൻ ആ ഒലിക്കുന്ന രക്തമില്ലാത്തതിൻ്റെതാണെങ്കിലും ഇതെല്ലാം നജസ് തന്നെയാണ് ആമ്മ. അതിന് തെളിവെന്താ? ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അതായത് റൗസും ബൗലും രണ്ടിന്റെയും കൂടി തെളിവാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മർ റൗസ റിക്സൻ അതിന് റിക്സ് എന്ന് പറഞ്ഞു. ഓഹോ ഷർഅൻ നജസുൻ അത് ഷർഇല് അത് നജസാണ്. റിക്സ് എന്ന് പറഞ്ഞാൽ നജസ് എന്നാ. അപ്പൊ നജസ് എന്ന് പേര് പറഞ്ഞല്ലോ എന്നാണ്. പിന്നെ അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് ഉണ്ടല്ലോ, എന്ത് ചെയ്ത് 3 കല്ലെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോ തെരഞ്ഞപ്പോ കല്ല് കിട്ടിയില്ല. 3 എണ്ണം 2 കല്ലും കിട്ടി, പിന്നെ ഒരു കാഷ്ടം ഉണങ്ങിയ കഷ്ണവും കിട്ടി. അതും കൊണ്ട് ചെന്നു. അപ്പൊ എന്ത് ചെയ്തു? ഇസ്തിഞ്ചാ ചെയ്യാനായിരുന്നു. അപ്പൊ ആ റൗസത്ത് ഒഴിവാക്കിയിട്ട് പറഞ്ഞ് അത് സ്വീകരിച്ചില്ല. ഹാദാ റിക്സുൻ എന്ന് പറഞ്ഞു. അതാണ് റിക്സ് എന്ന് പറഞ്ഞു പറഞ്ഞത്. ഇനി വഹുവ ശർഅൻ അന്നജസു എന്ന പോലെ അമറ ബി സബ്ബിൽ മായി അത് സമ്മ എന്നുള്ളതിന്റെ മേലെ അത്ഫ. അപ്പൊ നേരത്തെ പറഞ്ഞത് റൗസ് നജസാന്നുള്ളതിന് തെളിവായി. ഇനി പറയുന്നതോ ബൗല് നജസാന്നുള്ളതിന് തെളിവ്. അമറ ബി സബ്ബിൽ മായി അലൽ ബൗലി മൂത്രത്തിന്റെ മേലിൽ എന്താണ് വെള്ളമൊഴിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. അത് അറാബി പള്ളിയിൽ മൂത്രമൊഴിച്ച സംഭവം ഉണ്ടല്ലോ, അവിടെ എന്ത് ചെയ്ത് പിന്നെ വെള്ളമൊഴിക്കാൻ കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ കഴുകാൻ കൽപ്പിച്ചു. ഹികായത്തു ജംഇൻ മാലിക്കിയത്തിൻ ഖൗലൻ ലിശ്ശാഫിഈ റളിയല്ലാഹു അൻഹു ബിതഹാറത്തി ബൗലി തിഫ്ലി ഖലത്തുൻ. അതായത് മാലിക്കി മദ്ഹബിലെ ഒരു കൂട്ടം ഉലമാ ഷാഫി ഇമാമിന്റെ ഒരു ഖൗൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്താ? ബിതഹാറത്തി ബൗലി തിഫ്ലി കുട്ടിയുടെ മൂത്രം താഹിറാണ് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാ. അത് ഖലത്തുൻ, ആ ഹിക്കായത്ത് ഖലത്താണ്. അങ്ങനല്ലത്, അത് അവർക്ക് തെറ്റുപറ്റിയതായിരിക്കും. അതായത് പിന്നെ പാലല്ലാത്ത കുടിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രത്തിൽ റഷ് ചെയ്താൽ മതി, വെള്ളം കുടഞ്ഞാൽ മതി എന്നാണല്ലോ. പെൺകുട്ടിയുടെ ആകുമ്പോൾ കഴുകണം വേണമെന്ന് ആ കൗലറ്റ കണ്ടപ്പോൾ അവര് വിചാരിച്ചായിരിക്കും എന്ത് അപ്പൊ തിഫിലത്തിൻ്റെതല്ല തിഫിലിന്റെ താഹിറാണ് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു എന്ന് അവർക്ക് തെറ്റിപ്പോയതായിരിക്കും. അപ്പൊ അത് കൊലത്ത്. പിന്നെ വഖ്താറ ജമ്മു മുതഖദ്ദിമൂന മുതഅഖിറൂന തഹാറത്ത ഫളലാത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅതാലു ഫീഹി. പിന്നെ അപ്പൊ ഈ പറയുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞ കൊലത്താന്ന് പറഞ്ഞു. ഷാഫി ഇമാമിന് അങ്ങനെ കൗലില്ല എന്ന് പറഞ്ഞു. എന്നാൽ അംബിയാന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്ന പോലെ മറ്റംബിയാന്റെ അവരുടെ ഫളലാത്ത് എന്താണ്? താഹിറാന്ന് ചില അയിമ്മത്ത് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് റൗസും ബൗലും എന്താണ്? ഗൈരിൽ അംബിയായി എന്ന് പറയേണ്ടി വരും. അപ്പൊ അതാ പറയുന്നത് വഖ്താറ ജമ്മു മുതഖദ്ദിമൂൻ വ മുതഅഖിറൂൻ തഹാറത്ത ഫളലാത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവശിഷ്ടങ്ങൾ, ശരീരാവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ബൗലും എന്ന പോലെ കായത്തും പെട്ടു. വാത്താലു ബിഹി അവരെ ദീർഘമായി തെളിവും പറഞ്ഞിട്ടുണ്ട് എന്നാ. അപ്പൊ എന്താണ് ഇഖ്താറ ജമ്മു മുതഖദ്ദിമൂന എന്നിങ്ങനെ ഒരു ഒഴിഞ്ഞു പറയല്. അത് ഇബ്നു ഹജർ റഹിമഹുള്ളാഹിന്റെ അഭിപ്രായം എന്ത്? അത് മറ്റുള്ളവരെ പോലെയാണ്, അതൊക്കെ നജസാണ് ഫളലാത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെങ്കിൽ തന്നെയും എന്ന അഭിപ്രായം ശേഷം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ഇഖ്താറ വാത്താലു എന്നൊക്കെ ഒഴിഞ്ഞു പറഞ്ഞത്. പക്ഷെ ന്യായമോഹനിയൊക്കെ പറയുന്നത് എന്താണ്? അങ്ങനെ ഫളലാത്ത് ശുദ്ധിയുള്ളതാണ് എന്നും. അപ്പോ ഇസ്തിഞ്ചാവ് ഒക്കെ ചെയ്തതോ അത് നലാഫത്ത് സിയാദത്തുൻ നലാഫത്തിന്റെ പേരിൽ മുസ്തഹബ് എന്ന നിലക്കാണ് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി വലവ് ഖാഅത്ത് ഔ റാസത്ത് ബഹീമത്തുൻ ഒരു മൃഗം എന്ത് ചെയ്തു? ഛർദിച്ചു അല്ലെങ്കിൽ കാഷ്ടിച്ചു. ഹബ്ബൻ സൽബൻ ഇത് ഉറച്ച ഒരു വിത്ത്. ഹബ്ബ് എന്ന് പറഞ്ഞാല് വിത്ത് എന്നാണല്ലോ പറയാ അല്ലെ? ധാന്യമണി എന്ന് പറയാം. അപ്പോ എന്താണ് ഈ പറഞ്ഞ ഒന്നല്ല കുറച്ചധികമായാലും കുഴപ്പമില്ല. നെൽമണിയോ അങ്ങനത്തെ ഒക്കെ, ഗോതമ്പ് മണിയോ അങ്ങനത്തതൊക്കെ എന്താണ്? ഹബ്ബും സൽബ്.
അല്ലെങ്കിൽ ഈ പഴവർഗ്ഗങ്ങളുടെ ഒക്കെ എന്താണ് അരി കുരുവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്തു, വിത്തുകൾ, അത് ഒന്നും ഛർദ്ദിച്ചു, അത് തിന്നതാണ്, അത് ഛർദ്ദിച്ചു, അല്ലെങ്കിൽ എന്താണ് കാഷ്ടിച്ചു, കാഷ്ടത്തിന്റെ കൂടെ അങ്ങനെ തന്നെ പോകുന്നില്ല. സൽബൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉറച്ചത് എന്ന്. അത് ഇനിയും മുളക്കും എന്നാണ് അതിന്റെ അർത്ഥം. അതിന് കേടുവന്നിട്ടില്ല, ഇനിയും മുളക്കാൻ പാകത്തിലുള്ളതാണ്. അതാ സൽബൻ എന്ന് പറഞ്ഞാൽ ഹൈസു ലൗ സുരിയത്തിന് അബത്താത ലൗ സുരിയ, അത് എന്താണ് വിതറിയാൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ മുളക്കും. അതാ സൽബൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. പോവുക മുത്തനജ്ജിസുൻ. അപ്പൊ ഇത് മുത്തനജ്ജിസാണ്, ഉള്ളിലൊക്കെ പോയി വന്നുകൊണ്ട് തനജ്ജുസേ ഉണ്ടായുള്ളൂ, നജസായില്ല, കാഷ്ടം പോലെയല്ല. യൂസല് വയൂക്കല്, വേണമെങ്കിൽ അത് കഴുകി തിന്നാം എന്നേ ഉള്ളൂ, കഴുകി തിന്നോണമെന്നല്ല. പിന്നെ ഇനി വൽ അസലു, അസല് യഹ്റുജു ഖീല മിൻ ഫമിൻ നഹ്ലി, അത് പുറപ്പെടുന്ന എവിടുന്ന? തേനീച്ചയുടെ വായയിൽ നിന്നാണെന്ന് പറയുന്നു. വഹുവ മുസ്തസ്നം മിനൽ ഖൈഇ, വായെന്ന് വരുന്നതാണെങ്കിൽ കൈയിൽ നിന്ന് ഇസ്തിസ്നയാണ്. വായിന്ന് വരുന്നതാണ് കൈ ആണ്. അപ്പൊ കൈ നജസ് എന്ന് പറയുമ്പോൾ തേൻ നജസാവില്ല, ഇസ്തിസ്നയാണ്, താഹിറാണ്. അതിന് തെളിവുണ്ട്. വക്കീലമിൻ ദുബിരി അല്ല നാഹിലിന്റെ ദുബറിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. ഓ മുസ്തദിനം മിനർ റൗസി, അങ്ങനെ ആകുമ്പോൾ റൗസെന്ന് ഇസ്തിസ്നയാണ്. വക്കീല വേറെ മൂന്നാമതൊരു അഭിപ്രായമുണ്ട്. മീൻ സഖബത്തൈനി തഹിത്ത ജനാഹിഹ, ആ നഹലിന്റെ ചിറകിന്റെ അടിയിലുള്ള 2 ദ്വാരത്തിൽ നിന്നാണ്. 2 ചിറകുണ്ടല്ലോ, 2ന്റെ അടിയിൽ 2 ചെറിയ ദ്വാരമുണ്ട്, അതിൽ നിന്നാണെന്ന് പറയുന്നത്. ഫലസ്തസിന, അപ്പൊ ഇസ്തിസ്നയില്ല. ഏത് ഇസ്തിസ്നയില്ലാന്ന്? നേരത്തെ പറഞ്ഞ കൈയിൽ നിന്നും റൗസിൽ നിന്നും ഇസ്തിസ്നയില്ല, എന്നാ വേറൊരു ഇസ്തിസ്ന വേണം. അതാ ശേഷം പറയുന്നത് ഇല്ലാ ബിന്നദിരി ഇലാ അന്നഹു ഹീന ഇതിൻ കല്ലബനി. അപ്പോ അങ്ങനെ 2 ദ്വാരാവുമ്പോ ഇത് നോക്കിയിട്ടല്ലാതെ ഇസ്തിസ്നയില്ല. എന്ത് നോക്കിയിട്ടല്ലാതെ? ഇലാ അന്നഹു, അപ്പൊ അസല് ഹീന ഇതിൻ, ഇങ്ങനെ ജനാഹിന്റെ ദാഹത്തിലുള്ള 2 തഖബത്തിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് വെക്കുമ്പോൾ കല്ലബനി, അത് പാല് പോലെയാണ്. എന്നാൽ ഇസ്തിസ്നമാണ്. എന്തിനാ പാല് പോലെയാണ് ഇസ്തിസ്ന? വഹുവ, പാല് മിൻ ഗൈരിൽ മൗകൂലി നജസുൻ, മൗകൂൽ അല്ലാത്തതിൽ നിന്ന് നജസാണ്. അപ്പൊ നഹ്ല് എന്ന് പറഞ്ഞാൽ മൗകൂലായ ജീവിയല്ലല്ലോ, ജറാദ് പോലെ അല്ലല്ലോ. അപ്പൊ എന്തായി? അത് നജസാണ്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പോഴും ഇസ്തിസ്ന ചെയ്യണം. പാല് പോലെ ആണെന്ന് പറയുമ്പോ പാല് നജസാണ്, അപ്പൊ അസല് നജസാണ്, അപ്പൊ ഇസ്തിസ്ന ചെയ്യണം. ഏതായാലും അസല് താഹിറാന്നുള്ളത് വേറെ തെളിവ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അപ്പോ എന്തെന്ന് ഇസ്തിസ്ന ചെയ്യേണ്ടത് എന്നുള്ളതാ. ഇനി വലൈസൽ അംബറു റൗസൻ, ഈ അംബർ എന്ന് പറഞ്ഞ സുഗന്ധദ്രവ്യം ഉണ്ടല്ലോ, അതൊരു മത്സ്യത്തിന്റെ റൗസാണ്. തിമിംഗലം അതിന്റെ റൗസാണ് എന്നാ പറയുന്നത് ചിലവര്. അങ്ങനല്ല. ഖിലാഫൻ ലിമൻ സാമഹു ബൽ ഹുവ നബാത്തും ബിൽ ബാഹിരി, അത് കടലിലെ ഒരു നബാത്താണ്, കടലിലുണ്ടാകുന്ന ഒരു ചെടിയാണത്. അപ്പൊ അത് ഈ മൃഗം തിന്നു, അതെ ഈ തിമിംഗലം തിന്നു. അത് തിന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വയറ്റിന്ന് പുറത്ത് കിട്ടും. അതിനെ പിടിച്ചറുത്ത് കഴിഞ്ഞാല് വയറ് കീറിയാൽ കിട്ടും. അപ്പോ ചിലര് മനസ്സിലാക്കി അങ്ങനെയാണ്, അതിന്റെ വയറ്റിന്ന് കിട്ടുന്നുണ്ട്, ഇതിങ്ങനെ കടലിൽ നിന്നും കിട്ടുന്നുണ്ട്, അപ്പൊ ഇത് കാഷ്ടിക്കുന്നതാന്നാ മനസ്സിലാക്കി. അങ്ങനല്ല. ഫമ, അപ്പൊ ഒരു അംബർ തഹഖഖ മിൻഹു അന്നഹു മബ്ലൂഉൻ, ആ ഒന്നിൽ നിന്ന് ഉറപ്പായിട്ടുണ്ട്. മിൻഹു എന്ന് പറഞ്ഞാൽ മായിലേക്ക്, അംബറായ മായിലേക്ക് തന്നെ ലമീർ അടങ്ങുന്നത്. അതിൽ നിന്ന് അതിന്റെ അവസ്ഥയിൽ നിന്ന് എന്തുറപ്പായി? അന്നഹു മബ്ലൂഉൻ, അത് വിഴുങ്ങിയതാണ്. ആര് വിഴുങ്ങി? അംബർ എന്ന് പറഞ്ഞാൽ ആ മൃഗം, അതായത് ഈ പറഞ്ഞ തിമിംഗലം വിഴുങ്ങിയതാണ് എന്നുള്ളത് ഉറപ്പായി. എന്നാൽ മുത്തനജ്ജിസുൻ, ആ ഒന്ന് മുത്തനജ്ജിസാണ്. ലിഅന്നഹു മുത്തജസ്സിദുൻ ഖലീലുൻ, അത് നജസാകാത്ത എന്താ? അതിന് ഇസ്തിഹാലത്തൊന്നും വരൂല, അത് ഉറച്ചതാ. ജസദാണ് ഖലീലു, നല്ല കട്ടിയുള്ളതാണ്. ലായസ്തഹീലു, അതിന് ഇസ്തിഹാലത്ത് വരൂല, അവസ്ഥ മാറൂല. അതുകൊണ്ടാണ് അത് നജസാകാതെ മുത്തനജ്ജിസാകുന്നത്. അപ്പൊ അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ അതിന്റെ പുറന്ന് കഴിയാൽ മതി. ഇനി ജിൽദത്തുൽ മറാറത്തി താഹിറത്തുൻ, മറാറത്ത് കയ്പ് സഞ്ചിയാണല്ലോ, നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, കയ്പ് നജസാണ്, കയ്പ് സഞ്ചി താഹിറാണെന്ന്. അത് അതിന്റെ ജിൽദത്ത്, അതിന്റെ തോല്, അത് താഹിറ. അത് ഈ പാർട്സിന്റെ കൂടെ ഒക്കെ വരും, കോഴി പാർട്സൊക്കെ അല്ലേ അതിലുണ്ടാവും. പിന്നെ ദൂനമാ ഫീഹ, മറാറത്തിന്റെ ഉള്ളിലുള്ള എന്താണ് മിറത്ത്, അത് എന്താണ് താഹിറല്ല, നജസാണ്. അത് നമ്മൾ ഇന്നലെ പറഞ്ഞു. കൽ കരിഷി അല്ലെ കൽ കിർഷി, കരിഷി കിർഷി രണ്ടും വായിക്കും. കിർഷി എന്ന് പറയുന്നത് ഈ മനുഷ്യനല്ലാത്തവരുടെ ആമാശയത്തിനാ. അപ്പൊ ആമാശയം പോലെ, അപ്പൊ ആമാശയത്തിന്റെ ഉള്ളിലുള്ളത് നജസാണ്. ആമാശയത്തിന്റെ ജിൽദത്ത് താഹിറുവാണല്ലോ.
എന്ന പോലെ എന്നർത്ഥം. പിന്നെ വമിൻഹു അൽ ഖർസത്തു, അതിൻ്റെ ഉള്ളിൽപ്പെട്ടതാണ് ഖർസത്തും മഅറൂഫത്തും ഫീഹ, എന്തില് ആ മറാറത്തിൽ അറിയപ്പെട്ടതായ പിന്നെ ഖർസത്ത്. ഖർസത്ത് എന്ന് പറഞ്ഞാൽ മണീന്ന് പറയും. മണീന്ന് പറഞ്ഞാൽ എന്തിന്റെ മണി? ഈ മാല കോർക്കുന്ന മണി ഉണ്ടല്ലോ, അതിനാ മണീന്ന് പറയുന്നത്. ആ വാക്കിന്റെ അർത്ഥം അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു മണിയുണ്ട്, അതിന്റെ ഈ മറാറത്തിന്റെ ഉള്ളില്. അത് ഏതുപോലെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മൂത്രക്കല്ലുണ്ടാവുമല്ലോ വൃക്കന്റെ ഉള്ളിൽ, മൂത്രസഞ്ചിന്റെ ഉള്ളിലൊക്കെ, എന്ന പോലെ ഇതിന്റെ ഉള്ളിലൊരു മണി ഉണ്ടാവും. അത് ലിന്യഖാദിഹ മിനൻ നജാസത്തി. അപ്പൊ അതിന്റെ ഉള്ളിൽപ്പെട്ടതാണെന്ന് പറയുമ്പോ അത് നജസാണ് അല്ലെ, അതിന്റെ ഉള്ളിലുള്ള നജസാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇത് അതിന്റെ ഉള്ളിൽ പെട്ടതാവുമ്പോ അത് നജസ. കാരണം എന്താ? ലിന്യഖാദിഹ മിനൻ നജാസത്തി, അത് മുന്നക്കിതാണ് നജസിൽ നിന്ന്. അതായത് മറാറത്തിന്റെ ഉള്ളിലുള്ള ഒന്ന് കട്ടിയായതാണത്, അപ്പൊ അത് നജസാണ് എന്ന് പറഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അത് സ്ത്രീകൾ വാങ്ങി തിന്നുന്ന പറയുന്നത് ആ ഖർസത്ത്. എന്തിന്? തടി കൂടും അത്രേ. പെണ്ണുങ്ങൾക്ക് തടി ഇല്ലാത്ത പെണ്ണുങ്ങൾക്ക് തടി കൂട്ടാനും ബുദ്ധി ഉണ്ടാവും, തടി കൂടിയവർക്ക് കുറക്കാനും ബുദ്ധി ഉണ്ടാവും. അവർ ഈ സൗന്ദര്യം ഉണ്ടാക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താണ് അങ്ങനൊക്കെ ഇതവിടെ പറയുന്നുണ്ട്. എന്താണ് അല്ലാഹു അലം. പിന്നെ ലിന്യഖാദിഹ മിനൻ നജാസത്തി കഹസൽ കുല, കുല്യത്തിന്റെ അതായത് വൃക്കയിലെ കല്ല് പോലെ അതിന് നജസാണ്. അവിൽ മസാനത്തി അല്ലെ മൂത്രസഞ്ചിയിലെ കല്ല്, അതിന് നജസാണ്. കാരണം എന്താ? മൂത്രം കട്ടിയാകുന്നതാണല്ലോ. എന്നാല് ചിലരത് താഹിറാന്ന് പറയുന്നുണ്ട് കേട്ടോ, ഈ മൂത്രക്കല്ല് എന്ന് പറയുന്നത്. പിന്നെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞത് എന്താണ്? ലിന്യഖാദിഹ മിനൻ നജാസത്തി എന്ന് പറഞ്ഞതിന് എന്താണ്? ആ ഖർസത്തിന് നദീറായിട്ടാണ് പറഞ്ഞത്. കഹസൽ കുല അവിൽ മസാനത്തി വ ജിൽദത്തുൽ അംഫഹത്തി മിൻ മൗകൂലിൻ ദാഹിറത്തുൻ. ഇംഫഹത്ത് എന്ന് പറഞ്ഞാല് അത് ഈ പാല് മാത്രം കുടിക്കുന്ന കുട്ടിയുടെ ആമാശയത്തിന്റെ ഒരു ഭാഗത്തിനാണ്. അതിന്റെ ഒരു ഭാഗത്തൊരു സഞ്ചി ഉണ്ടാവും, ചെറിയ ആമാശയത്തിലൊരു ചെറിയ അറണ്ടാവും. അതിനാണ് ഈ ഇംഫഹത്ത് എന്നറിയുക. അതിന്റെ ജിൽദത്ത് താഹിറാണ്. മൗക്കൂലെന്നാവുമ്പോ താഹിറത്തും തൂക്കലും അതും തിന്ന. വക്കഥ മാഫി, അതിന്റെ ഉള്ളിലുള്ളതും അങ്ങനെ തന്നെയാണ്. എപ്പോ അപ്പൊ നേരത്തെ പറഞ്ഞ കെരിഷിന്റെയോ അല്ലെങ്കിൽ എന്ത് അവിടെ പറഞ്ഞ ഹർസത്ത് എന്ന പോലെ ഹസ അതുപോലെയൊന്നും അല്ല എന്നർത്ഥം. മറാറത്തിന്റെ ഉള്ളിലുള്ള പോലെ ഒന്നുമല്ല. വക്കഥ മാഫി, അതിന്റെ ഉള്ളിലുള്ളതും അങ്ങനെ തന്നെ. ഇംഫാഹത്തിന്റെ ഈ നുഹിദത്ത് മിൻ മദ്ബൂഹിൻ ലം യൗക്കുൽ ഗൈറൽ ലബനി. പക്ഷെ അതിന് ഷർത്തുണ്ട്. അതിന്റെ ഉള്ളിലുള്ളത് എന്താണ്? എടുക്കപ്പെട്ടതാണെങ്കിൽ. ഇന്നുഹിദത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്നുഹിദത്ത്, മറ്റേത് താഹിറ എന്ന് പറഞ്ഞല്ലോ, ഇത് വക്കഥ എന്നതിന്റെ വാക്യാണ്. ഇംഫാത്ത് വക്കഥ മാഫിഹ ഇൻ ഉഹിദത്ത്, അതിന്റെ ഉള്ളിലുള്ളത് അഖദ് ചെയ്യപ്പെട്ടാൽ മിൻ മദ്ബൂഹിൻ, മദ്ബൂഹിൽ നിന്ന് അഖദ് ചെയ്തു. ലം യൗക്കുൽ ഗൈറൽ ലബനി, അർത്ഥമൃഗാണ്, അത് എന്ത് ചെയ്തിട്ടുമില്ല, പാലല്ലാത്തത് ഭക്ഷിച്ചിട്ടുമില്ല. ഇങ്ങനെ ആകുമ്പോ എന്താണ്? അപ്പൊ ഈ നുഹിദത്ത് എന്ന് പറഞ്ഞ ലമീറിലേക്ക് മടങ്ങുക, അത് ഇംഫായത്തിലേക്ക് തന്നെ മടങ്ങാം. ആ ഇംഫായത്ത് എടുത്ത് അതിൽ നിന്നാണ്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ളത് ദാഹിറാണ്, ഇംഫായത്തും ദാഹിറാണ്. ഈ വൈൻ ജാവസ സനത്തേന്, ഇതിന് പ്രായം 2 വയസ്സ് കഴിഞ്ഞാലും ശരി, പ്രായം നോക്കിയിട്ടല്ല, പാലല്ലാത്തത് കഴിക്കാതിരിക്കുക എന്നുള്ളതാ. അപ്പൊ പാലല്ലാത്ത കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇംഫഹത്തിന്റെ ഉള്ളിലുള്ളത് ആ പാല് കട്ടയായതായിരിക്കും. അപ്പൊ പാല് കട്ടയായാല് താഹിർ കട്ടയായതാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നജസല്ല എന്ന് പറയുന്നത്. കമക്തലാഹു ഇത്ലാഖുഹും, 2 വയസ്സ് കഴിഞ്ഞാലും ശരി ഇങ്ങനെ താഹിറാണ് അതിന്റെ ഉള്ളിലുള്ളത് എന്ന് പറഞ്ഞത് അയിമ്മത്തിന്റെ ഇത്ലാഖ്. അവർ 2 വയസ്സ് കഴിയാതിരിക്കുക എന്ന് ഫസിലാക്കിയിട്ടില്ല. അവർ പറഞ്ഞ കൈതേ ഉള്ളൂ, മദ്ബൂഹാകണം ലമ്യക്കുൽ ഗൈറൽ ലബനീനേ ഉള്ളൂ. വൽ ഫർഖു ബൈനഹു വബൈന തിഫ്ലിൽ ആത്തി ഗൈറു ഖഫിയ്യിൻ. അപ്പോ ശേഷം ഒരു കുട്ടീന്റെ മസല വരുന്നുണ്ട്. അതായത് 2 വയസ്സ് കഴിയരുത് എന്ന് പറയുന്നുണ്ട്. അതും ഇവിടെ 2 വയസ്സ് കഴിഞ്ഞാലും എന്ന് പറഞ്ഞ ആ ഫർക്ക് എന്താണ്? ഖഫിയ്യല്ല. കാരണം എന്താ? അവിടെ തഗദ്ദി എന്നതാണ് പരിഗണിക്കുന്നത്. ശേഷം വരുന്ന കുട്ടീന്റെ അവിടെ തഗദ്ദി എന്നുള്ളതാ. തഗദ്ദി ഉണ്ടാകുക എന്ന് പറഞ്ഞത് 2 വയസ്സിന്റെ ശേഷം ഉണ്ടാവും. അതാണ് തഗദ്ദി ഉണ്ടാകുക, ഇല്ലാതിരിക്കുക എന്നുള്ളതാ.
പിന്നെ 2 വയസ്സിന്റെ ശേഷം പാല് കുടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതിന് തഗദ്ദി എന്ന് പറയും എന്നാണ്. ഇവിടാണെങ്കിലോ പിന്നെ ഇംഫഹത്ത് എന്ന് പേര് പറയുക എന്നുള്ളതാണ് ഇതിന്റെ ഇടയിലുള്ള ഫർക്കും. അതിന്റെ ഇടയിൽ ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇംഫഹത്ത് എന്ന് പേര് പറയുക എന്നുള്ള, അത് പാല് മാത്രം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 വയസ്സ് കഴിഞ്ഞാലും ശരി അതിന് ഇംഫഹത്ത് എന്ന് തന്നെ പറയുക എന്ന് പറയും. ഇനി വനിൽ ഉദ്ദത്തി വൽ ഹാവി, ഖാലി സുറൈഹിന്റെ കിതാബിന്റെ പേരാണ് ഉദ്ദ എന്ന് പറഞ്ഞത്. ഉദ്ദയാണ്, ഇദ്ദല്ല. ഉദ്ദ എന്നപോലെ ഹാവി മാവർദി ഇമാമിന്റെ കിതാബാണല്ലോ ഹാവിൽ കബീർ. ഇതിനെ തൊട്ടിട്ട് ജസ്മുണ്ട്, അതിനെ തൊട്ടിട്ട് എന്താണ് നക്കൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ത്? അൽ ജസ്മു, ജസ്മു നക്കൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബിനജാസത്തി നസ്ജിൽ അങ്കബൂത്തി, ചലന്തിവല നേസാണ് എന്നുള്ളത്. മണ്ണാത്തമ്പല എന്നല്ലേ പറയാ വടക്കോട്ട്. പിന്നെ വയു അയ്യിദുഹു ഖൗലുൽ ഗസാലി വൽ ഖസ്വീനി റളിയല്ലാഹു അൻഹുമ. ഇവർ രണ്ടാളും പറഞ്ഞത് ഇത് നജസാന്നുള്ള ആ ജസ്മിനെ ഖിലാഫ് പറയാതെ പറഞ്ഞു എന്നാ ജസ്മ്. അപ്പോ എന്താണ് അതിനെ തെയ്യീദ് ചെയ്യുന്നുണ്ട്. അന്നഹുമിൽ ലുആബിഹ, ആ നസ്ജ് ഈ അങ്കബൂത്തിന്റെ ലുആബ് എന്താണ് ഉമിനീരാണ്, വായയിൽ നിന്നൊലിക്കുന്നതിനാണല്ലോ ലുആബ് എന്നറിയാം. അപ്പോ അങ്ങനെ ആവുമ്പോ എന്ത്? അത് നജസാണ്. ലുആബ് നജസാന്ന് എങ്ങനെ? ലുആബ് നജസ അല്ല. അതിന് ശേഷം ഒന്നും കൂടി പറയുന്നുണ്ട്. മാ ഖൗലിഹിം അന്നഹ തതഗദ്ദ ബിസ്സുബാബിൽ മയ്യിത്തി. അണ്ട ചത്ത ഈച്ചയാണ് അത് ഭക്ഷിക്കുക. അങ്കബൂത്ത് തത്തകത്ത് അത് ആഹരിക്കും എന്ത്? ചത്ത ഈച്ചനെ എന്ന കൗലോടുകൂടെ അത് ലുആബിൽ നിന്നാണെന്ന് പറയുമ്പോൾ നജസാന്ന് വരും. കാരണം ചത്ത ഈച്ചയെ തിന്നാൽ വായു മുത്തനജിസാവുമല്ലോ. എന്നിട്ട് ആ ലുആബാണ് ഈ അങ്കബൂത്തിന്റെ വല എന്ന് പറഞ്ഞ നസ്ജ് എന്ന് പറഞ്ഞാൽ അപ്പൊ അത് മുത്തനജിസാണ്. പിന്നെ മായി ആണല്ലോ അത്, അല്ലെ? ലുആബാവുമ്പോ അത് മായി അല്ലേ, അപ്പൊ നജസായല്ലോ. ജാമിദാണെങ്കിലല്ലേ മുത്തനജിസ് എന്ന് അറിയണ്ടാവുള്ളൂ. ലാക്കിന്നൽ മഷൂഹൂറു ത്വഹാറത്തു. പക്ഷേ അവരെങ്ങനെ ജസ്മി ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരെ പറഞ്ഞ അതിന് തെയ്യീദാണെങ്കിലും നസ്ജിൽ അങ്കബൂത്ത് താഹിർ എന്നുള്ളതാണ് മഷൂഹൂർ. മദ്ഹബിൽ മഷൂഹൂർ എന്നർത്ഥം നഖലുകൊണ്ട് മഷൂഹൂർ. കമാ ഖാല ഹുസ്സുബുക്കിയു അല്ലദറഇ റളിയല്ലാഹു അൻഹുമാ. ഐ കാരണം എന്താ? ലിഅന്ന നജാസതഹു തതവഖഫു അലാ തഹഖുഖി ഖൗനിഹി മിൻ ലുആബിഹാ. അപ്പൊ മഷൂർ അങ്ങനെയാണ് എന്ന് അവർ രണ്ടാളും പറഞ്ഞു. എന്നിട്ടോ അതിന് കാരണം ഇബ്നു ഹജർ തങ്ങൾ പറയുക. അതുകൊണ്ട് ആയിക്കൊണ്ട് ഫസ്ൽ ചെയ്ത് ഇല്ലത്ത് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്ന അതിനേക്കാളല്ല. ലിഅന്ന നജാസത്തഹു, ആ നസ്ജുൽ അങ്കബൂത്തിന്റെ നജാസത്ത് തവഖഫു, അത് തവഖുഫാണ് എന്തിന്റെ മേല്? അലാ തഹഖുഖി ഖൗനിഹി മിൻ ലുആബിഹ, അത് ഇതിന്റെ ലുആബിൽ നിന്നാകുക എന്നതിന്റെ മേല് ആണ് എന്നത് തഹഖുഖാകുക എന്നതിനെ ആശ്രയിക്കും. അത് ഉറപ്പാകണം. അന്നഹ, അത് മാത്രം പോരാ, ലുആബിന്നായ പോരല്ലോ, അത് മയ്യത്ത് എന്താണ് സുബാബ് മയ്യത്തിനെ തിന്നുന്നും വേണം. അന്നഹ ലാ തതഗദ്ദ ഇല്ലാ ബിദാലിക, അത് ഉറപ്പാകണം. കൗനിഹി മിൻ ലുആബിഹ എന്നപോലെ കൗനിഹി എന്നുള്ളതിന്റെ മേലെ അത്തുവ അലാ തഹഖുഖി അന്നഹ ലാ തതഗദ്ദ എന്നർത്ഥം വരിക. അത് ഉറപ്പാകണം. ഇല്ലാ ബിദാലിക എന്ന് പറഞ്ഞത് ആ സുബാബ് മയ്യത്ത് മാത്രമേ ആഹരിക്കാറുള്ളൂ, വേറെ ഒന്നും തിന്നൂല കുടിക്കൂല എന്ന് വരണം. അതായത് ആ വായ തത്ഹീറാക്കാനുള്ള വേറൊരു സാധ്യത ഇല്ലാതിരിക്കണം, എന്നാലല്ലേ പറ്റുള്ളൂ. വന്നദാലിക്കൻ നസ്ജ ഖബ്ല ഇഹ്തിമാലി തഹാറത്തി ഫമിഹാ, കണ്ടോ? എന്നപോലെ അതിന്റെ തഹാറത്തുൽ ഫമ് സാധ്യത ഉണ്ടാകുന്നതിന് മുമ്പാണ് ആ നസ്ജ് വല കെട്ടുന്നത് എന്നുള്ളതും ഉറപ്പാകണം. അവിടെ ലാത്തത്തകത്ത ഇല്ലാബിദാലിക്ക എന്ന് പറഞ്ഞ എന്തിനാ? അല്ല ചത്തതും തിന്നും എന്ന പോലെ ജീവനുള്ളതും തിന്നും എന്ന് വെക്കുക, അല്ല വേറെ പല സാധനങ്ങളും തിന്നും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നജാസത്ത് ഉറപ്പാകുന്നില്ലല്ലോ. പലതും തിന്നുന്നതിന്റെ വായ എങ്ങനെ നേസ് നിൽക്കുക? അപ്പൊ പൂച്ചന്റെ വായ അത് ചത്തവും തിന്നും അല്ലാത്തതും തിന്നും. കോഴീന്റെ വായ കാഷ്ടവും തിന്നും ചോറും തിന്നും. എന്റെ വായ നേസ് എന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. നേരെ കാഷ്ടം തിന്നുന്നത് കണ്ടെങ്കിൽ അപ്പം നജസ് എന്ന് അറിയാന്നല്ലേ ഉള്ളൂ, അല്ലെ? ശവം തിന്നുന്നത് കണ്ടെങ്കിൽ നജസ് എന്നറിയാം. പിന്നെ അപ്പുറത്തൂടെ കറങ്ങി തിരിച്ചു വന്നിട്ട് തലയിട്ടാൽ എന്താണ്? നജാസത്ത് കൊണ്ട് കുമിയൂല എന്നല്ല നേരത്തെ പറഞ്ഞത്. കാരണം എന്താണ്? ആ പോയ വഴിക്ക് തത്ഹീറിന് സാധ്യത ഉണ്ടല്ലോ. അപ്പൊ അതാ പറഞ്ഞ ഇത് മാത്രമേ ആഹരിക്കാറുള്ളൂ എന്നും സ്ഥിരപ്പെടണം. എന്നപോലെ നസ്ജ് അതിന്റെ തഹാറത്തുൽ ഫമിന് മുമ്പാണ്. വെള്ളം കുടിച്ചെങ്കിലോ, അല്ലേ? വന്നാബിവാഹിദിൻ മിൻ ഹാദിഹി സലാസത്തി, ഇത് മൂന്നുണ്ടെങ്കിലേ നജസ് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. ഇത് മൂന്നും പോയിട്ട് അതിലൊന്നെവിടുന്നാ കിട്ടുന്നത്? അന്ന എന്ന് പറഞ്ഞ കൈഫ എന്നല്ലേ? കൈഫയ തഹഖഖ്, ഇത് തഹഖുഖാണെന്ന് പറഞ്ഞപ്പോ അന്നായ തഹഖഖ് ബിവാഹിദിൻ മിൻ ഹാദിഹി സലാസത്തി, അതുകൊണ്ട്
ആണ് ആ തഹാറത്ത്. നെസ്റ്റുൽ അങ്കബൂത്ത് തഹാറത്താണ്, താഹിറാണ് എന്നാ മഷൂർ എന്ന് പറഞ്ഞത്. അഫ്താബാലും ഫീമാ യഖ്റുജു മിൻ ജിൽദിൻ അഹ്വി ഹയ്യത്തിൻ നവാഖറബിൻ ഫി ഹയാത്തിഹ. ഇനി അയിമ്മത്തിന് ചിലർ പത്ത് കൊടുത്തിട്ടുണ്ട്. മാ യഖ്റുജു മിൻ ജിൽദിൻ അഹ്വി ഹയ്യത്തിന്റെ തോലിൽ നിന്ന് പുറപ്പെടുന്നത്, അതുപോലെ അക്രബിൻ അല്ലെങ്കിൽ തേളിന്റെ. ഇത് രണ്ടുമാണ് എന്താണ് പടം ഒഴിക്കുക എന്നുള്ളതിന് പറയുക. ഈ ചേര, പാമ്പ്, അതിന്റെയൊക്കെ എന്താണ് അതിന്റെയൊക്കെ തോല് ഒരു പരിധി കഴിയുമ്പോൾ അത് എന്താണ് അതിന്റെ അടിയിൽ പുതിയ തോല് കളിക്കും. അപ്പൊ ഈ പഴയ പുറത്തുള്ളത് എന്താണ് വസ്ത്രം ഉരിയും പോലെ ഊരി കണ്ടിട്ടിട്ട് പോവും. അങ്ങനെയാണ്. അതാണ് ചിലടത്ത് എന്താണ് ഈ പിന്നെ തേളും അങ്ങനെ ചെയ്യും. അപ്പോ തേളിന്റെ എന്താണ് ആ തോട് ഇങ്ങനെ കാണും. അപ്പൊ ഇതാണ് പറയുന്നത് പടം എന്നതിന് എന്ത് മലയാളം പറയാം. പിന്നെ അപ്പൊ അങ്ങനെ ആവുമ്പോ അത് നജസാണോ താഹിറാണോ? താഹിറാണ് എന്ന് ചിലർ പത്ത് കൊടുത്തിട്ടുണ്ട്. വി ഹയാത്തിഹ ബി തഹാറത്തിഹി, അതിന്റെ തഹാറത്ത് കൊണ്ട് പത്ത് കൊടുത്തിട്ടുണ്ട്. ഏതുപോലെക്കല്ല അറക്കി. അവര് അതിന് നദീർ പറഞ്ഞത് വിയർപ്പ് പോലെ എന്നാ. അറക്ക് പോലെ ആകുന്ന എങ്ങനെ, വിയർപ്പ് പോലെ ആകുന്ന എങ്ങനെ, അത് ശരിയാവൂലല്ലോ എന്നാ പിന്നെ ശേഷം പറയുന്നത്. കല്ല അറക്കി വിയർപ്പ് പോലെ. ഒഫീഹി നദറുണ്ട്, ആ ഫത്വയിൽ നദറുണ്ട്. കാരണം ലിബുഴുതി തഷ്ബീഹി ബിൽ അറക്കി, കാരണം ഈ പറഞ്ഞ മാ യഖ്റുജു മിൻ ജിൽദിൻ അഹ്വി ഹയ്യത്തിൻ എന്ന് പറഞ്ഞാൽ ജിൽദുണ്ടല്ലോ, പിന്നെ അത് അറക്കിനോട് തഷ്ബീഹാക്കൽ ബഈദാണ്. ബലിൽ കാരണം എന്താ, അതിങ്ങനെ കട്ടിയായ സാധനമല്ലല്ലോ. വിയർപ്പ് എന്ന് പറഞ്ഞത് അത് സായിലല്ലേ, നീരായി ഒലിക്കുന്ന സാധനമല്ലേ. ഇത് അതിന്റെ തോല് തന്നെയാണ്. ബലിൽ അക്റബ് അന്നഹു നജസുൻ. അക്റബ് ഖിയാസിനോട് അക്റബ് എന്താണ് അത് നജസാന്ന്. കാരണം ലിഅന്നഹു ജുസുഉൻ മുതജസ്സിദുൻ മുൻഫസിലും മിൻ ഹയ്യിൻ. കണ്ടോ, ഒരു ജീവിയിൽ നിന്ന് മുൻഫസിലാണ് അതിന്റെ ജീവിതകാലത്ത്. അത് ജസദായ എന്താണ് ഒരു സാധനമാണ്. ജുസു മുതജസ്സിദ ഫഹുവ കമൈത്തത്തിഹി. അപ്പൊ അത് അതിന്റെ മൈത്തത്ത് പോലെയാണ്. ഇതായത് ജീവിതകാലത്ത് ഒരു ജീവിയിൽ നിന്ന് മുൻഫസിലാകുന്ന ജുസ് അതിന്റെ മൈത്തത്തിന്റെ ഹുക്കുമാണ് എന്നാ. അപ്പൊ മൈത്തത്ത് താഹിറാണ്. അപ്പൊ ജറാദ്, സമക്ക് അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മൈത്തത്തും താഹിറാണ്. അപ്പൊ അതിന്റെ മുൻഫസിലും താഹിറാണ്. അല്ല മറ്റു മൃഗങ്ങളാണെങ്കിലോ മയിൽപ്പീലി, കോഴിത്തൂവല് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അത് മൈത്തത്ത് ഈ മൃഗങ്ങൾ ചത്താല് നേസാണ് എന്ന പോലെ അത് നേസാണ്. ഇങ്ങനെയാ. അപ്പൊ ഇത് നജസാണെന്ന് പറഞ്ഞു. ഇനി വഫിൽ മജ്മൂഇ അൻ ഷെയ്ഖ് നസർ, ഷെയ്ഖ് നസറിനെ തൊട്ട് മജ്മൂഇലുണ്ട് ലഹു അൻ ബൗലി ബക്കരി ദിയാസത്തി. ദിയാസത്ത് ഒഴുകുക എന്നല്ലേ പറയാ. ദിയാസത്ത് എന്ന് പറഞ്ഞാല് മെതിക്കുക എന്നൊക്കെ പറയും. അതിന്റെ പശു, അതിനുപയോഗിക്കുന്ന കാളയും പശുവൊക്കെ, കാളനെ കൂടുതൽ ഉപയോഗിക്കുക. ബക്കർ അതിന്റെ കാള, മൂരി അല്ലെ, അതിന്റെ മൂത്രത്തിനെ തൊട്ട് അഹുണ്ട് എന്ന് പറഞ്ഞ്. എവിടെ മൂത്രം ഒഴിച്ചത്? അലൽ ഹബ്ബി, ഹബ്ബിന്റെ മേലെ. അതായത് ഈ പറഞ്ഞ നെല്ലൊക്കെ കൊയ്തു കൊണ്ടുവന്നിട്ട്, ഗോതമ്പൊക്കെ കൊയ്തു കൊണ്ടുവന്നിട്ട് പിന്നെ ഈ മൃഗത്തിനെ കൊണ്ട് ചവിട്ടിക്കും അതിന്റെ പുറത്തൂടെ. അതിന് എന്ത് ദിയാസത്തിന്റെ ആലത്തുണ്ട്, അത് വെച്ച് ഇങ്ങനെ ചവിട്ടിക്കുമ്പോ എന്താവും, ഇത് നെല്ലെല്ലാം ആ പിന്നെ കറ്റയിൽ നിന്ന് എന്താണ് വേർതിരിഞ്ഞിട്ടുണ്ടാവും. അതാ ദിയാസത്ത് എന്ന് പറഞ്ഞ അമല്. അപ്പൊ അതിങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ മൂത്രമൊഴിക്കുകയും ചെയ്യുമല്ലോ, അത് അഹുണ്ട് എന്ന് പറഞ്ഞു. വാനിൽ ജുവൈനി, ഇമാം ജുവൈനിയെ തൊട്ടിട്ടുണ്ട് തഷ്ദീദുൻ നക്കീരി, ആക്ഷേപം ശക്തമാക്കിയിട്ടുണ്ട്. അലൽ ബഹ്സി അൻഹു, ആ ബൗലിനെ തൊട്ട് ബഹ്സി ചെയ്യുക, തത്ഹീരിഹി എന്നിട്ട് ശുദ്ധീകരിക്കുക. അപ്പൊ ഈ അമലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെന്താണ് ചുറ്റിയാണെന്ന് നോക്കുക, അവിടെ മൂത്രം ഒഴിച്ചിട്ടുണ്ടോ, അവിടെ മൂത്രം ഒഴിച്ചിട്ടുണ്ടോ, ഇവിടെ നനവുണ്ടോ, എന്നിട്ട് പിന്നെ ആ ഭാഗം കഴുകുക. ഇതിന്റെ ഇത് വളരെ ആക്ഷേപിച്ചിട്ടുണ്ട് ഇമാം ജുവൈനി. കാരണം എന്താ, അതൊരുമാതിരി വസ്വാസാണ്. അഫുണ്ട് എന്ന് പറഞ്ഞല്ലേ, അപ്പോ അങ്ങനെയുണ്ട്. അപ്പൊ അതിനെ തൊട്ടും അഫുണ്ട്. അപ്പൊ ആ ബൗലും അഫു ഉള്ളതാണെന്ന് അർത്ഥം. ഇനി അതിന്റെ മസല കഴിഞ്ഞു. ഓ മതിയുൻ, ഇനി മതിയും നജസാണ്. ലിൽ അംരി ബി ഗസ്ലി ദക്കരി മിൻഹു, അതിൽ നിന്ന് ദക്കർ കഴുകാൻ പറഞ്ഞിട്ടുണ്ട്. ദക്കർ കഴുകാൻ പറഞ്ഞപ്പോ എന്തായി, നജസാന്ന് വന്നല്ലോ. മിൻഹു എന്ന് പറഞ്ഞാൽ മതി പറ്റിയുണ്ട്. വഹുവ ബി മുഅ്ജമത്തിന്, ദാലാണ്. യജൂസു ഇഹ്മാലുഹ, മദി ദാലും ഉണ്ട്, ജായിസാണെന്ന് പറഞ്ഞാൽ ലോകത്തിൽ അങ്ങനെയുണ്ട് എന്നർത്ഥം. പിന്നെ സാക്കിനത്തിൻ സുക്കൂനായ എന്താണ് മദിയ് എന്ന് ദാല് അല്ലെ, ദാല് സുക്കൂനാണ് മദിയ്. വക്കത്ത് തുക്സറു അല്ല, ദാലായാലും ദാലായാലും കെസറും കൊടുക്കാം, മദി മദി എന്നിങ്ങനെ ആക്കാം.
മാ തഖ്ഫീഫിൽ യാഇ വ തശ്ദീദിഹാ. മദിയ് മദിയ് അങ്ങനെ മദിയ് മദിയ് ഇങ്ങനെയൊക്കെ ലൂത്തുണ്ട് എന്നർത്ഥം. എന്താണ് സാധനം? മാ ഉൻ അസ്ഫറു റഖീഖുൻ, ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു ദ്രാവകമാണ്. റഖീഖുൻ നേർത്തതുമാണ്. ഗാലിബൻ അസ്ഫർ റഖീഖ് രണ്ടിലേക്കും ഗാലിബ് എന്ന് പറഞ്ഞ. അപ്പൊ പിന്നെ എങ്ങനെ ഉണ്ടാകുക? അബിയൽ സഹീന ആയിരിക്കും, വെളുത്തതായിരിക്കും, എന്നപോലെ കട്ടിയുള്ളതുമായിരിക്കും ചിലപ്പോ. യഹ്റുജു ഗാലിബൻ, ഗാലിബിലും അത് ഖാരിജാകല് ഇന്ത ഷഹ്വത്തിൻ ലഈഫത്തിൻ, ലഈഫത്തായ ഷഹ്വത്തുണ്ടാവുമ്പോഴാ. ഖവിയ്യായ ഷഹ്വത്തുണ്ടാവുമ്പോ പുറപ്പെടുന്നത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് മനിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് അല്ലാത്ത ഷഹ്വത്തുണ്ടാവുമ്പോ പുറപ്പെടുന്നതാണ് ഇത് എന്ന് പറഞ്ഞു. പിന്നെ ഇത് പുരുഷന് പുറപ്പെടുന്നതിനേക്കാൾ കൂടുതലായി സ്ത്രീകൾക്ക് പുറപ്പെടുക എന്നവിടെ ഷെർവാനി നക്കൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് പുറപ്പെട്ടുമ്പോ അറിഞ്ഞോണൊന്നുമില്ല എന്ന് റുബ്ബമാലാ യുഹിസ്സു ബി ഖുറൂജിഹി എന്നും പറയുന്നുണ്ട്. പിന്നെ വദിയുൻ ഇജ്മാൻ, ഈ മദി ഈ കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്നവരും കോളേജിൽ പോകുന്നവരെല്ലാം തമാശ പറഞ്ഞ് കളിച്ചിട്ടൊക്കെ പള്ളിയിൽ കയറി നിസ്കരിക്കും. അതെല്ലാം അബദ്ധല്ലേ? പിന്നെ വദിയുൻ ഇജ്മാൻ, അപ്പോ വദിയുൻ നജസാണ്, അതിന് തെളിവ് ഇജ്മാണ്. വഹുവ ബി മുഹ്മലത്തിൻ, ദാലാണ് അവിടെ. യജൂസു ഇജാമുഹ, അല്ല ദാല് വദി അതും പറ്റും. സാക്കിനത്തിൻ മാ ഉൻ അബിയലു, ഇത് വെളുത്തതാണ് ദ്രാവക. കെതിറുൻ, കെതിറുൻ എന്ന് പറഞ്ഞ ഒരു കലർപ്പ്, ഖാലിസായ വെളുപ്പല്ല എന്നർത്ഥം, ഒരു കലങ്ങിയ വെളുപ്പ്. സഹീനുൻ, കട്ടിയുള്ളതാണ്. ഗാലിബൻ, ഗാലിബിലും കട്ടിയുള്ളതാണ്. ഇല്ല പിന്നെ നേർത്തതായിരിക്കും. പിന്നെ യഹ്റുജു ഗാലിബൻ, അപ്പൊ അത് അധികം ഖാരിജാൽ ഇമ്മ അഖിബൽ ബൗലി, മൂത്രമൊഴിച്ച ഉടനെ. ഹൈസുസ്തംസക്കത്തി തബീഅത്തു, പ്രകൃതി പിടിച്ചു വെക്കുമ്പോൾ എന്നാ. പ്രകൃതി പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? യബിസ മാഫിഹ എന്നാണ് അതിന്. പിന്നെ ഉണങ്ങിന്ന്, പ്രകൃതി എന്താണ് ഉണങ്ങി എന്നാ പറയുന്നത്. അപ്പൊ വേറെ ചില പുജേരിമയിലോ മറ്റോ ഉണ്ട് എന്ത്, അപ്പൊ അതിലുള്ളത് പുറപ്പെടാൻ പ്രയാസാണ്. അപ്പൊ പുറപ്പെടാൻ പ്രയാസാണെന്ന് പറഞ്ഞാൽ എന്ത്? മൂത്രന്നോ കാഷ്ടന്നോ? ഷെർവാനി പറയുന്നത് കാഷ്ടാണ്. അപ്പൊ എന്താണ്? ഇസ്തംസക്കത്ത് എന്ന് പറഞ്ഞാല് ഇൻഹബസ ഇംതന അൽ ഖുറൂജു എന്നൊക്കെയാണ്. എന്താണ്? തടസ്സം ഉണ്ടാകുക. അപ്പൊ പ്രകൃതിപരമായി മൂത്ര തടസ്സവും മലബന്ധമൊക്കെ ഉണ്ടാവുമ്പോ എന്നർത്ഥം. അപ്പോഴാണ് എന്ത് ചെയ്യുക? ഈ മൂത്രം ഒഴിച്ചതിന്റെ ഉടനെ പോവുക. ഔഇൻദ ഹംലി ഷൈഇൻ സഖീലിൻ, അല്ലെങ്കിൽ വലിയ ഭാരമൊക്കെ എടുക്കുന്ന സമയത്തും പുറപ്പെടും. ഇത് ഗാലിബിൽ അല്ലാതെയും പുറപ്പെടും. പിന്നെ അപ്പോ അങ്ങനെ പുറപ്പെടുന്ന എന്താണ്? അടയാളം നോക്കിയാൽ അറിയാം. അബിയലും കദറും സഖീനും ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ അത് ഗാലിബാണ് അല്ലെ. ഏതായാലും നജസാണ്, കഴുകണം. പിന്നെ മനിജിന്റെ അലാമാത്തുകൾ നേരത്തെ പറഞ്ഞല്ലോ, അത് മാത്രമേ താഹിറുള്ളൂ. അതിന്റെ ഹവാസും ഉണ്ട്. അതല്ലാത്തത് ഇപ്പൊ പറഞ്ഞല്ല നജസാണ്. ഉള്ളുന്ന് വരുന്നല്ല ഏകദേശം നജസായിട്ടുള്ളത് അല്ലെ. പിന്നെ വക്കഥ മനിയു വൈരിൽ ആദമിയ്യ ഫിൽ അസഹി, അസഹ അനുസരിച്ച് ആദമിയ്യ അല്ലാത്തവന്റെ മനിയും നജസാണ് എന്നാ. അതിന് ഇസ്തിദ്റാക്ക് വരുന്നുണ്ട്. കസായിരിൽ മുസ്തഹീലാത്തി, അതിന് തെളിവെന്താ? മറ്റ് മുസ്തഹീലായ ഉള്ളിൽ പോയിട്ട് അവസ്ഥ മാറിയ വസ്തുക്കളൊക്കെ നജസായ പോലെ ഇതും ഉള്ളിൽ പോയിട്ട് അവസ്ഥ മാറിയതാണ്. ഭക്ഷണം കഴിക്കുന്നതിനും മറ്റുമൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണല്ലോ മനിയ് എന്ന് പറഞ്ഞേ. അമ്മ മനിജുൽ ആദമി, അപ്പൊ മനുഷ്യന്റെ മനിജു അലോ ഹസിയൻ, അവൻ ഹസിയാണെങ്കിലും മംസൂഹൻ മംസൂഹാണെങ്കിലും. ഹസിയ് എന്ന് പറഞ്ഞാൽ എന്താ? ഹിസിയത്ത് നീക്കിയത് എന്നാണ്. പ്രശ്നത്തിനാണ് ഹിസിയത്ത് എന്നറിയാം, മണി എന്ന് പറയും അല്ലെ. അത് നീക്കിയാൻ, അത് നീക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പുറമേ കാണുന്നത് സഞ്ചിയാണ്, അതല്ല അതിന്റെ ഉള്ളിൽ രണ്ടെണ്ണം ഉണ്ടല്ലോ, അത് രണ്ടും എന്താണ്? ഓപ്പറേഷൻ ചെയ്തിട്ടെടുക്കുക. പഴയ കാലത്ത് അതിന്റെ മാർഗങ്ങളുണ്ട്. അത് രണ്ടും അങ്ങ് എടുത്തു കളയും. അതെടുത്ത് കളഞ്ഞതാണ്. അപ്പൊ പുറമേ സഞ്ചി അങ്ങനെ ഉണ്ടാവും. പുറമേ നോക്കിയാൽ എന്താണ്? വൃഷ്ണ സഞ്ചി അവിടെ ഉണ്ടാവും, അതറിയൂല. പിന്നെ മംസൂഹ് എന്ന് പറഞ്ഞത് മജ്ബൂബ് മംസൂഹ് രണ്ടുണ്ട്. മജ്ബൂബ് എന്ന് പറഞ്ഞാല് ജക്കർ മാത്രം മുറിക്കുന്നതിനാ, ഖലീബു ജക്കർ. മംസൂഹ് എന്ന് പറഞ്ഞാല് രണ്ടും കൂടി മുറിക്കുന്നതിനാ, വൃഷ്ണവും എന്ന പോലെ
ദക്കറും രണ്ടും കൂടി മുറിക്കുന്നതിനാണ് എന്ത് മംസൂഹ് എന്ന് പറയാം. എന്നാലും അവിടെ നിഹായൽ റജുലൻ ഔ ഇമ്രാത്തൻ ഔ ഹുൻസ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നഖൽ ചെയ്യുന്നുണ്ട് ഷെർവാനി. സവാഉം ഫി തഹാറത്തി മനിയുൽ ഹയ്യി വൽ മയ്യിത്തി വൽ ഖസിയ്യി വൽ മജ്ബൂബി വൽ മംസൂഹി ഫകുല്ലു മൻ തുസുവ്വിറ ലഹു മനിയ്യും മിൻഹും കാന കഗൈരിഹി. ഇവരിൽ നിന്ന് ആർക്കൊക്കെ മനിയ്യ് തസവൂറാകുന്നുണ്ടോ അവരുടെയൊക്കെ മനിയ്യ് മറ്റുള്ളവരെ പോലെയാണ് എന്ന. അപ്പൊ ഹുൻസ ഇതാ തഹഖഖ കൗനുഹു മനിയ്യൻ, ഹുൻസയിൽ നിന്നും അത് മനിയ്യാന്ന് തഹഖുഖായാല്, ഇതാ തഹഖഖ കൗനുഹു മനിയ്യൻ എന്ന് പറഞ്ഞാൽ ആ ഖാരിജ് മനിയ്യാന്ന് തഹഖുഖായാൽ അത് മൂന്നിലേക്കോ മടങ്ങാം. അതിനാണ് ഞാൻ വായിച്ച മറ്റെന്ത് ഇതാ കുല്ലു മൻ തുസുവ്വിറ ലഹു മനിയ്യും മിൻഹും എന്ന് പറഞ്ഞത്. അപ്പൊ ഈ നമ്മൾ മുമ്പ് പറഞ്ഞ ആ മനിയ്യിന്റെ ഖവാസിൽപ്പെട്ടൊരു ഖാസത്തുള്ള ഒരു സംഗതി ഇവന്റെ എന്താണ് ആ മംസൂഹാകുമ്പോ പിന്നെ അവിടെ ഒരു ദ്വാരം ഉണ്ടാവുള്ളൂ, ഖസിയാവുമ്പോ അവിടെ ദക്കറുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് പുറപ്പെട്ടു. എന്നാലും ഇവനെന്താണ് ഗുളിയർ ബന്ധായി. ഇത് നജസാണോ? നജസും അല്ല, അതന്നെ ഫതാഹിറുൻ, അത് താഹിറാണ് എന്നാ പറഞ്ഞു. അപ്പൊ പ്രശ്നമില്ലാതെ ഉണ്ടാവുമോന്ന് പുറപ്പെട്ടതിന് ഈ ഖാസത്തുണ്ടെങ്കിൽ അങ്ങനെ വെക്കും. അപ്പൊ അതിനെന്തെങ്കിലും ഒരു ഇഹ്തിമാൽ അവിടെ കാണാതെ ഉള്ളൂ. സാധാരണ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവിടെയാണ്. പിന്നെ അവിടെ മാത്രല്ലല്ലോ, അത് അതിന്റെ അപ്പുറം അപ്പുറം കൂടെ കൂടുന്നല്ലേ. പിന്നെ ഇനി ഹുൻസ അപ്പൊ ഇതാ തഹഖഖ കൗനുഹു എന്ന് പറഞ്ഞത് ആ മനിജുല്ലാദമീജിലേക്ക് അലമീർ അടങ്ങുന്നത്. അത് മനിയാന്ന് ഈ പറഞ്ഞ എന്താണ് ഉറപ്പായാല് ഫതാഹിറുൻ. അമ്മ മനിജുല്ലാദമീ ഫതാഹിറുൻ ലിമാ സഹ അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ കുന്തു അഹഖുഹു മിൻ സൗബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രത്തിൽ ഞാൻ ചുരണ്ടി കളയാറുണ്ട്. എങ്ങനെ എന്താണ് വസ്ത്രം കൂട്ടിയിട്ട് ഉണങ്ങിയതാവുമ്പോഴേ ഇങ്ങനെ കൂട്ടി ചുരണ്ടിയാൽ അതിങ്ങനെ ഇളകി ഇളകി അങ്ങനെ പോയിക്കോളും. നഖം കൊണ്ട് ഇങ്ങനെ ചുരണ്ട, ഇങ്ങനെ ആ വസ്ത്രം തന്നെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഒന്നിളക്കിയാൽ എന്നിട്ട് പിന്നെ നഖം കൊണ്ടതാ. അപ്പൊ അങ്ങനെ എന്നിട്ട് വഹുവ യുസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വസ്ത്രം ധരിച്ച് നിസ്കരിക്കുകയും ചെയ്യും. അപ്പോ എന്താണ് നജസാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഉടുത്ത് നിസ്കരിക്കൂലല്ലോ. അങ്ങനെ സഹ അൽ ഇസ്തിദ്ലാലു ബിഹി. അപ്പൊ വേറൊരു വിഷയം, ഈ ഇവിടെ അസഹുൻ സാനിയായ ഖിലാഫാണല്ലോ. അല്ല, അസഹുൻ സാനിയായ ഖിലാഫല്ല, അത് മനി ഗൈറുല്ലാദമിയ. പിന്നെ ഹനഫിയത്തും മറ്റും പറയുന്നത് എന്താണ് മനിജുല്ലാദമി നജസാണ് എന്നാ. അപ്പൊ അവരോട് ഇതെങ്ങനെ തെളിവ് പറയാ? വസഹൽ ഇസ്തിദ്ലാലു ബിഹി, ഈ ഹദീസ് കൊണ്ട് ഇസ്തിദ്ലാല് ശരിയായി. കാരണം എന്താ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫളലാത്തുകൾ താഹിറാണ് എന്ന് പറയുന്ന അഭിപ്രായക്കാരാണ് ഏത് അവരെങ്കില് നമ്മളെ ഹസ്മെങ്കില് ഈ ഹദീസ് തെളിവാക്കാൻ പറ്റൂല. കാരണം എന്താ, അത് ഫളലത്ത് എന്ന നിലക്ക് താഹിറാണ് എന്ന് വരൂലേ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായതുകൊണ്ട്. അല്ല, സഹാബത്തിൽ വേറെ ആരുതെങ്കിലും എന്ത് ചെയ്തു, ഇങ്ങനെ ചുരണ്ടിക്കളഞ്ഞു എന്നും എന്നിട്ട് അതിൽ നിസ്കരിച്ചു എന്നും അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു എന്നും അതിനെ ഇൻകാർ ചെയ്തില്ല എന്നും പറഞ്ഞാൽ എന്ത് ചെയ്യാ, അപ്പൊ തെളിവാക്കുക. ഇത് പറ്റൂലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫളലാത്തിൽപ്പെട്ടതാണ് മനിയ്യ്. അപ്പൊ അത് താഹിറാണെന്നുള്ള അഭിപ്രായക്കാരാണ് ഈ വിഷയത്തിലെ ഹസ്മെങ്കിൽ, എതിരഭിപ്രായക്കാരെങ്കിൽ ഇത് തെളിവ് പറയാൻ പറ്റൂലല്ലോ എന്നുള്ള ഇഷ്കാലുണ്ട്. അതിന് മറുപടി പറയാ വസഹൽ ഇസ്തിദ്ലാലു ബിഹി, ഈ ആയിഷ ബീവിന്റെ ഹദീസ് കൊണ്ട് എന്താണ് തെളിവ് പറയാൻ പറ്റില്ല. അന്നൽ മുഖാലിഫ, മനിജ് നജസാണ്, മനുഷ്യന്റെ മനിജ് നജസാണ് എന്ന് പറയുന്ന മുഖാലിഫ് യറാഫി ഫളലാത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാഹുവ മദ്ഹബുന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവശിഷ്ടങ്ങളിൽ നമ്മളെ മദ്ഹബ് പറയുന്നവരാണ്. യറാ മാഹുവ മദ്ഹബുന, നമ്മളെ മദ്ഹബ് എന്താ, അന്നഹാ കഗൈരിഹ. ഇതാ നേരത്തെ പറഞ്ഞ എന്താണ് ഇഖ്താറൽ മുത്തഖദ്ദിമു, എന്താണ് മുത്തഖദ്ദിമീങ്ങൾ മുത്തഅഖിരീങ്ങൾ അവരിൽ നിന്ന് എന്താണ് ജമ്മ മുഖ്താറാക്കി എന്ന് പറഞ്ഞിട്ട് വാത്താലു എന്ന് ഒഴിഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് അന്നഹ ആ ഫളലാത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കഗൈരിഹ, മറ്റുള്ളവരുടെ ഫളലാത്ത് പോലെയാണ് എന്ന്. ഗൈരിഹ എന്ന് പറഞ്ഞാൽ കഗൈരി ഫളലാത്തിഹി.
അപ്പോ അലാന്നഹു കാന മിൻ ജിമാഇൻ. അപ്പൊ ഇനി അതിനും പുറമെ വേറൊന്നും കൂടിയുണ്ട്. പിന്നെ ഇത് ജിമായിനെ തൊട്ടുള്ളതായിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രത്തിൽ മനി വന്നത് എങ്ങനെ അതൊന്നറിയണമല്ലോ. മലി വരണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ എന്താകണം, ഇഹ്തിലാം ഉണ്ടാകണം അല്ലെ. ഇഹ്തിലാം ഉണ്ടാവുമോ അതിന്റെ ശേഷം വിശദീകരണം ശേഷം പറയുന്നുണ്ട്. ഇഹ്തിലാം ഉണ്ടാവൂല എന്നാ. പിന്നെ അല്ലെങ്കിൽ പിന്നെ ജിമായി ചെയ്യണം. ജിമായി ചെയ്താൽ അസ്ലി ചെയ്യണം, എന്നാലല്ലേ പുറത്തു വരുള്ളൂ, വസ്ത്രത്തിലാവുള്ളൂ. ഉള്ളിൽ തന്നെ ആക്കിയാല് എന്താണ് അങ്ങനെ പുറത്തെങ്ങനെ വരിക? അപ്പൊ അസ്ലി ചെയ്തതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് സ്ഥിരപ്പെട്ടതായിട്ട് എനിക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ലി ചെയ്തു, സഹാബത്ത് പലരും അസ്ലി ചെയ്തതായിട്ടുണ്ട്. അപ്പൊ പിന്നെ വസ്ത്രത്തിൽ എങ്ങനെ വന്നതാ? അത് എന്താണ്, ജിമാഅ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാ, പിന്നെ ചിലപ്പോ ഒലിക്കുമല്ലോ, അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഒലിച്ചതാകാനാ ഇത് സാധ്യത. പിന്നെ എന്നുമല്ല ഇവര് പറയുന്നത് എന്ന് പറഞ്ഞാൽ, അല്ല ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നത് എന്ന് പറഞ്ഞാല് അത് ആരിൽ നിന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്താണ് ദക്കറിൽ നിന്ന് ഒലിച്ചതല്ല, പിന്നെ ആ ഭാര്യയിൽ നിന്ന് ഒലിച്ചതാണെന്നാ പറയുന്നത്. ആ സാധ്യതയാണ് പിന്നെ പറയുന്നത്. അലാ അന്നഹു കാന മിൻ ജിമാഇൻ, ഈ മനിയ് ജിമായിൽ നിന്നുള്ളതായിരുന്നു. അപ്പൊ ഫയൽസമു ഇഖ്തിലാത്തു മനിയിൽ മർഗത്തി ബിഹി, അങ്ങനെ ജിമായിൽ നിന്നുള്ള മനിയാകുമ്പോ പെണ്ണിന്റെ മനി കൂടിക്കലരൽ ലാസിമാണല്ലോ ബിഹി, ഈ മനിയുമായിട്ട്. അതായത് പെണ്ണിന്റെ ഷഹ്വത്ത് പൂർത്തിയായെങ്കിൽ അവിടെ മനി എന്താണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ മനിയും ആ മനിയുമായി കൂടിക്കലർന്നിട്ടുണ്ടാവും, എന്നിട്ട് പിന്നെ പുറപ്പെട്ടിട്ടുണ്ടാവും. അതാ ഞാൻ പറഞ്ഞ. അപ്പൊ ഇത് ആരിൽ നിന്ന് പുറപ്പെട്ടതാ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രത്തിൽ പറ്റിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പുറപ്പെട്ടതല്ല, ജിമാഇന്റെ ശേഷം എന്താണ് പിന്നീട് ഒലിച്ചതല്ല. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സാധ്യത ഉണ്ടാവില്ലല്ലോ. അപ്പൊ സ്ത്രീയിൽ നിന്ന് ഒലിച്ചതാ, ഭാര്യമാരിൽ നിന്ന് ഒലിച്ചതാണ്. ലിഅന്നഹു ലാ യഅ്തലിമു, അത് അങ്ങനെ വെക്കണം. ജിമാഇൽ നിന്നുള്ളതാണ് എന്നുള്ളതിന് എന്താ തെളിവ്? കാന മിൻ ജിമാഇൻ, അതിന് തെളിവ് ലിഅന്നഹു ലാ യഅ്തലിമു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഹ്തിലാം ഉണ്ടാവില്ല. കല്ലംബിയായി സല്ലല്ലാഹു തആല അലൈഹി വസല്ലം, മറ്റംബിയായിനെ പോലെ അവർക്കാർക്കും എന്താണ് ഇഹ്തിലാം ഉണ്ടാവില്ല. ഇഹ്തിലാം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇഹ്തിലാം ഉണ്ടാകുമെന്ന് സാധ്യത തോന്നിപ്പിക്കുന്ന ഒരു ഹദീസ് ആയിഷ ബീവി പറഞ്ഞത് വേറെ ഉണ്ടല്ലോ എന്നാ. ഇഹ്തിലാമിന്റെ അർത്ഥം എന്താ? ഇഹ്തിലാമ് എന്ന് നേരെ പറഞ്ഞാല് ഹുൽമിന്ന് വരുന്നതാ, സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ ഹുൽമ്. അപ്പോ എന്താണ്, ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുന്നത്, സ്വപ്നം കാണുക, ലൈംഗിക ബന്ധം പുലർത്തുന്നത്, എന്നിട്ട് മനി പുറപ്പെടുക. ഇതിനാണ് ഹഖീഖത്തിൽ ഇഹ്തിലാമു എന്ന് പറയുന്നത്. അസ്ലി ഇഹ്തിലാമു എന്ന് പറയുന്ന അതിനാ. അപ്പൊ അതേതായാലും എന്താ അമ്പിയാവിന് ഉണ്ടാവില്ല, കാരണം അത് ശൈത്താന്റെ ഭാഗത്തു നിന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് അമ്പിയാവിന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞ ഹദീസിന് എന്ത് മറുപടി പറയും? തജ്വീസു ഇഹ്തിലാമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഹ്തിലാം ഉണ്ടെങ്കിൽ ജായിസാക്കുന്ന അല്ലദി അഫ്ഹമഹു ഖൗലു ആയിഷത, ആയിഷ റളിയല്ലാഹു അൻഹ ഖൗല് എന്താണ് അതിനെ മനസ്സിലാക്കി തരുന്നു. ഏതിനെ? ആ തജ്വീസിനെ, ആ സാധ്യതയെ, ആ ജായിസാക്കൽ. എന്തിലുള്ള ഖൗലു? ഫി ഇസ്ബാഹിഹി സായിമൻ ജുനുബൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരം പുലർന്നു എന്നതിൽ എന്താണ് ആയിഷ ബീവിന്റെ ഖൗല്. നേരം വെളുത്തപ്പോ എങ്ങനെ നേരം വെളുത്തു? സായിമായി നേരം വെളുത്തു. ജുനുബൻ ജനാബത്തുകാരനായ നിലയിൽ നേരം വെളുത്തു. മിൻ ജിമാഇൻ ഗൈരി ഇഹ്തിലാമിൻ, ആ ജനാബത്ത് എങ്ങനെയാണ്? ഇഹ്തിലാം അല്ലാത്ത ജിമായിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞ ആയിഷ ബീവിന്റെ ഖൗല് മനസ്സിലാക്കി തരുന്നു എന്നാ. അപ്പൊ മിൻ ജിമാഇൻ ഗൈരി ഇഹ്തിലാമിൻ എന്ന് പറഞ്ഞപ്പോ അതിന്റെ മഫ്ഹൂമില് മുഹ്തറസില് ഇഹ്തിലാം ഉണ്ടാകും എന്ന് സാധ്യത വരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ജുനുബൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇഹ്തിലാം ഉണ്ടാവില്ലെങ്കിൽ പിന്നെ ജിമായിൽ നിന്നുള്ളതല്ലേ. അപ്പോ ജനാബത്തിന് രണ്ട് ഇഹ്തിമാലുള്ളത് കൊണ്ടല്ലേ ആയിഷ ബീവി ഇങ്ങനെ കൈതാക്കിയത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഹ്തിലാം ഉണ്ടാകൽ ജായിസാണല്ലോ എന്ന് പറഞ്ഞ തജ്വീസു മഹ്മൂലുൻ, അത് ഹംലി ചെയ്യപ്പെട്ടതാണ്. അലാ അന്നൽ മുംതനിയ, എന്തിന്റെ മേല് ഹംലി ചെയ്യപ്പെട്ടു? മുംതനി, അതായത് ഉണ്ടാകാൻ പാടില്ലാത്ത ഇഹ്തിലാമും മിൻ ഫിഇലിൻ ബിറുയ്യത്തിൻ, കണ്ടോ, ഫിഇലിനെ തൊട്ടുള്ള ഇഹ്തിലാമാണ്. ഫിഇൽ എന്ന് പറഞ്ഞാൽ ഈലാജ് എന്നർത്ഥം, ജിമാഅ് എന്നർത്ഥം. ജിമാഅ് ചെയ്യുന്നതായിട്ടുള്ള സ്വപ്നം, അതിനെ തൊട്ട് എന്ത് ചെയ്യാ? മനി പുറപ്പെടുക. എങ്ങനെ? ബിറുയ്യത്തിൻ, റുയ്യത്ത്, ആരെ കാണുക? സൂറത്ത് ഹയവാന്, മനുഷ്യനോ അല്ലാത്തതോ ആയ ഒരു ഹയവാനിന്റെ സൂറത്ത് കണ്ടിട്ട് ആ സൂറത്തിന് എന്ത് ചെയ്യുക? ജിമാഅ് ചെയ്യുക എന്നാണ്. നേരെ ജിമാഅ് ഈലാജ് തന്നെ ആയിക്കോണമെന്നില്ല, അതിന്റെ മുഖദ്ദിമാത്തുകളായാലും മതിയല്ലോ.
അപ്പൊ അങ്ങനെ ചെയ്യുന്നതായി കണ്ടിട്ടുണ്ടാകുന്ന ഇഹ്തിലാമാണ് മുംതനിഅ്, അതിന്റെ മേൽ ഹംലാണ്. അപ്പൊ അതല്ലാത്ത രീതിയിൽ ഉറക്കത്തിൽ മനി ഉറപ്പെടുന്നതിന് കുഴപ്പമില്ല. ലിഅന്ന ഹാദാ ഹുവല്ലദീ യകൂനു മിനശ് ശൈത്താൻ ഇഹ്തിലാമുൻ മിൻ ഫിഅലിൻ ബിറുയ്യത്തിൻ, അതാണ് ശൈത്താന്റെ ഭാഗത്തു നിന്നുണ്ടാകുക. ബിഖിലാഫിഹി, ആ ഇഹ്തിലാമിനെതിരായിട്ട്, ലാ അൻ റുയ്യത്തി ഷൈഇൻ, ഒന്നും കാണാതെയുള്ള ഇഹ്തിലാമിനെതിരായിട്ട്. ആ ഇഹ്തിലാം ജായിസാണ്. അതുകൊണ്ടാണ് ആയിഷ ബീവി അങ്ങനെ പറഞ്ഞത്. ലിഅന്നഹു ഖദ് യൻശഉ അൻ നഹ്വി മറളിൻ, കാരണം ആ മനി പുറപ്പെടൽ ഒന്നും കാണാതെ രോഗം പോലത്തത് കൊണ്ടുണ്ടാകും. രോഗം പോലത്തത് എന്ന് പറഞ്ഞാൽ അമിതമായ ക്ഷീണം ഉണ്ടാകുന്ന സമയത്തുണ്ടാവും. അതാ പോലത്തത് എന്ന് പറഞ്ഞത്. എന്ന പോലൊക്കെ കസറത്തി ദിക്രി വൽ മുറാഖബത്തി, കൂടുതലായി ദിക്റ് ചെല്ലുക, മുറാഖബ ഉണ്ടാകുക എന്നതൊക്കെ പോലെ. ആ നഹ്വിന് ഉദാഹരണം പറഞ്ഞതാ. ദിക്ർ എന്ന് പറഞ്ഞാൽ ദിക്ർ അല്ലൽ തന്നെയാണ്, മുറാഖബയാണല്ലോ അതിന്റെ ശേഷം പറയുന്നത്. പിന്നെ കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജായിസായ സാധ്യതയാണല്ലോ പറയുന്നത്. അല്ലാതെ പെണ്ണിന്റെ ഔസാഫുകൾ എന്ത് ചെയ്ത് ആലോചിച്ചത് എന്നല്ല, പെണ്ണിനെ ആലോചിച്ചത് എന്നല്ല മുറാഖബ എന്ന് പറഞ്ഞത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജായിസാകുന്ന ഇഹ്തിലാമായിട്ട് പറയാൻ പറ്റൂലല്ലോ. അത് ഞാൻ പറഞ്ഞ അമിതമായ ക്ഷീണം ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെന്ത് ഔഇയ്യത്തിൽ മനിയ്യ്, അല്ലെങ്കിൽ മനിയിന്റെ പാത്രങ്ങൾ വൃഷ്ണസഞ്ചി നിറഞ്ഞാലുണ്ടാവും, അത് പിന്നാണ്ട് തുളുമ്പും. അങ്ങനെ അതവിടെ അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമല്ലോ, കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അതിന്റെ അംശങ്ങൾ അങ്ങനെ പ്രായപൂർത്തിയായത് മുതൽ. പ്രായപൂർത്തിയായതിനു മുമ്പ് മനി ഉൽപ്പാദിപ്പിക്കപ്പെടൂല. അപ്പൊ എന്താണ്, അതിങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. സഞ്ചി നിറയുമ്പോൾ ഒരു ദിവസം എന്താണ് രാത്രിയാണ്ട് പോവും. അങ്ങനെയാണ് രാത്രി പോവാൻ, ഉറക്കത്തിൽ പോകാൻ കാരണം എന്താ, അത് ഈ നാഡീ നരമ്പൊക്കെ തളരുന്ന സമയമാണല്ലോ. അപ്പൊ ഇങ്ങോട്ട് പുറത്തേക്ക് പോകാൻ എന്താണ് എളുപ്പം ഉണ്ടാവും. അതുകൊണ്ട് കുട്ടികൾ ഉറക്കത്തിൽ മൂത്രമൊഴിക്കും പോലെ ഇങ്ങനെ എന്താണ് വബി ഫറലി സിഹത്തി ആദാ ഫഹുവ നാദിറുൻ, അപ്പോ അങ്ങനെ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് അതിന്റെ മേൽ ഹംല ചെയ്തു. വബി ഫറലി ഹാദ എന്ന് പറഞ്ഞാല് വബി ഫറലി സിഹത്തി ഹാദ, ഏത് ഈ പറഞ്ഞ ഇംതിലാഉ ഔഇയ്യത്തിൽ മനിയോ അല്ലെങ്കിൽ മറല് പോലത്തതിൽ നിന്നോ ഉണ്ടാകും, അങ്ങനെ സാധ്യത ഉണ്ട് എന്നല്ലോ. അങ്ങനെ ആകുമ്പോ ഫഹുവ നാദിറുൻ, അത് നാദിറാണ്. ഫലാ നദറ ലിഹ്തിമാലിഹി, അപ്പൊ ആ നാദിറായ സാധ്യതയിലേക്ക് നോട്ടമില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാല് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പെണ്ണിന്റെ മനിയുമായിട്ട് കൂടിക്കലർന്നിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫളലാത്തുകൾ താഹിറല്ലേ, അപ്പൊ ഇതുകൊണ്ട് തെളിവാക്കാൻ പറ്റൂലല്ലോ എന്ന് പിന്നെ ഇഷ്കാല് വരും. അതിന് മറുപടി പറഞ്ഞതാണ് ആ സാധ്യത നാദിറാണ്, അത് കൂട്ടൂല. അതായത് അലാന്നഹു കാന മിൻ ജിമാഇൻ ഫയൽസമു ഇഖ്തിലാത്തു മനിയിൽ മറത്തി ബിഹി എന്ന് പറഞ്ഞതിന്റെ ബാക്കിയാണ് പറഞ്ഞത്. പിന്നെ അപ്പൊ ഇഖ്തിലാം എന്നല്ല ജിമാഇ എന്നാണ്. അപ്പോ എന്താണ് ഭാര്യയിൽ നിന്ന് ഉറപ്പെട്ടതാണ്. അപ്പൊ എന്തായി, അത് ഇങ്ങനെ ഈ ഹദീസ് കൊണ്ട് തെളിവാക്കാം, അത് വരച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായി, മനിജ് ശുദ്ധിയാന്ന് തോന്നുന്നു. ഇനി വസാമു ഖുറൂജിഹി മിൻ മഖ്റജിൽ ബൗലി, വേറൊരു മസലുണ്ട്. ഇത് ബൗലിന്റെ മഖ്റജിൽ നിന്ന് ഉറപ്പെടുക എന്നൊരു അഭിപ്രായമുണ്ട്. അങ്ങനെയാണെങ്കിൽ മുത്തനജിസാകണ്ടേ, ബൗല് വരുന്നിടത്തുകൂടി തന്നെയാണ് മനിയും വരുന്നത് എന്നുണ്ടെങ്കിലേ, അപ്പൊ ബൗല് വരുന്ന സ്ഥലം മുത്തനജിസല്ലേ, ഇപ്പൊ ഇത് മുത്തനജിസാവൂല്ലോ. പിന്നെ മായാവുമ്പോ നജിസാവും. അങ്ങനെയാണ്, ദ്രാവകമാണല്ലോ, അപ്പൊ നജിസാകണല്ലോ. അപ്പൊ അത് ഗൈറു മുഹഖഖിൻ, ആ വാദം ഉറപ്പില്ല. ബൽ ഖാല അഹ്ലു തശ്രീഹി, അഹ്ലു തശ്രീഹ് പറഞ്ഞു. തശ്രീഹ് എന്ന് പറഞ്ഞാല് മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. പിന്നെ സർജറി വിഭാഗമാണത്. അപ്പൊ ഈ സർജറി വിഭാഗത്തിന്റെ അഹ്ലുകാർ പറഞ്ഞ അന്ന ഫിദ്ദക്കരി, മനുഷ്യന്റെ ദക്കറിൽ, പുരുഷന്റെ ദക്കറിൽ സലാസു മജാരി, 3 മജറുണ്ട്, ഒന്നല്ല 3 എന്താണ് നാളികളുണ്ട്. സലാസു മജാരി. പിന്നെ മജറല്ലിൽ മനിയു, 1 മനിയു വരുന്ന മജറ, പിന്നൊന്നോ മജറല്ലിൽ ബൗലി, വേറെന്നാണ് മൂത്രം വരുന്നത്. പിന്നെ നാളി വൽ വദി, ബൗലും വദിയും ഒന്നിലാ വരുന്നത്. മജറാലിൽ മദിയി, മദിയിന് വേറൊന്നാണ്. അപ്പൊ മനിയും മദിയും ഒന്നിലൂടെ അല്ല വരുന്നത്, 2 എണ്ണത്തിലാ. ബൈനൽ അവ്വലൈനി, അത് ആദ്യം പറഞ്ഞ 2ന്റെ ഇടയിലാണ്. ഇങ്ങനെ 3 എന്താണ് പിന്നെ നാളങ്ങളുണ്ട് ഇതെല്ലാം വരാന്. വബി ഫർലിഹി ഫൽ മുലാഖാത്തു. ഇനി ആ പറഞ്ഞ 2 ഒന്നാണെന്ന് വെച്ചാലോ, മഖ്റജുൽ ബൗലിലൂടെയാണ് മനിയ്യ് പുറപ്പെടുന്നത് എന്ന ഫർള് അത് സങ്കല്പിച്ചാൽ ഫൽ മുലാഖാത്തു ബാത്തിനൻ,
ബാത്തിനിൽ വെച്ചുള്ള മുലാഖാത്ത് ലാ തുഅസ്സിറു, അത് തഅ്സീർ ചെയ്യില്ല, അതൊന്നിനെ നജസാക്കിയില്ല, താഹിറാക്കൊന്നുമില്ല, അത് ഉള്ളിന്ന് കൂട്ടിമുട്ടിയതല്ലേ. ബിഖിലാഫിഹ ലാഹിറൻ, ആ മുലാഖാത്ത് പുറത്തു വെച്ചിട്ടാവുന്നതിനെതിരായിട്ട്, പുറത്തു വെച്ചിട്ടാവുമ്പോൾ നജസാവും. വമിൻ തമ്മ യതനജ്ജസു മിൻ മുസ്തൻജിൻ, അതുകൊണ്ട് തന്നെ ആ മനിജി നജസാണ്. ആരിൽ നിന്ന്? മിൻ മുസ്തൻജിൻ ബിഗൈരിൽ മായി, വെള്ളം അല്ലാത്തത് കൊണ്ട് ഇസ്തിൻജാ ചെയ്തു, കല്ലോ മറ്റോ പേപ്പറോ ഒക്കെ കൊണ്ട് ഇസ്തിൻജാ ചെയ്താല് പുറത്തു വരുമ്പോ എന്താവും? അവിടെ മനിജി ആ സ്ഥലത്ത് പറ്റുമല്ലോ. അതായത് മുലാഖാത്ത് ചെയ്യ, മനിജി മുലാഖാത്ത് ചെയ്യും, ലഹ, എന്തിന് മുലാഖാത്ത് ചെയ്യും? മിൻ മുലാഖാത്തിഹി ലഹ എന്ന് പറഞ്ഞാല് മനിജി, ലഹ എന്ന് പറഞ്ഞാൽ നജാസത്തിനെ, നജസിനെ എന്താണ്? തട്ടും. ലാഹിറൻ, പുറത്തു വെച്ചിട്ട് നജസുമായി മുലാഖാത്ത് ഉണ്ടാകും, അതുകൊണ്ട് നജസാണ് എന്ന് പറഞ്ഞു. ഇനി വലായുനാഫി അല്ല അവ്വലു, ആദ്യം പറഞ്ഞ എതിരല്ല. ഏതാ ആദ്യം പറഞ്ഞ്? ബാത്തിനിലെ മുലാഖാത്ത് തഅ്സീർ ചെയ്യൂല എന്ന് പറഞ്ഞില്ലേ, അത് എതിരല്ല. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, ഹാഇന്റെ മഖ്റജ് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയത് ആമാശയത്തിലെത്തുന്നതിന് മുമ്പ് തിരിച്ചു വന്നു കഴിഞ്ഞാല് അപ്പൊ എന്താവും? അത് നജസാന്നൊരു അഭിപ്രായം പറഞ്ഞല്ലോ. അപ്പൊ അതും ഇതും എതിരല്ലേ? അത് ബാത്തിനിൽ വെച്ചിട്ടുള്ള മുലാഖാത്തല്ലേ. അതാ വലായുനാഫിൽ അവ്വലു മാമറ ഫി തആമിൽ ഖാരിജി ലിഅന്നൽ മുലാഖാത്ത ഹുന, ഇവിടുത്തെ മുലാഖാത്ത് ലറൂരിയത്തും ഫി ബാത്തിനൈനി, ബാത്തിനായ രണ്ട് വസ്തുക്കളില് ലറൂരിയാണ്. കാരണം എന്താ? ഇത് രണ്ടിനും പുറപ്പെടാൻ ഒരു മജ്റ മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പൊ ഒരു മജ്റ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ മുലാഖാത്ത് ബാത്തിനായ രണ്ട് വസ്തു എന്ന് പറഞ്ഞാൽ മനിയും ബൗലുമാണ്, അവിടെ ലറൂരിയാണ്. ബിഖിലാഫിഹ സമ്മ, മുലാഖാത്തിനെതിരായിട്ട് അവിടുത്തെ മുലാഖാത്ത് എന്താണ്? ആ ലറൂരിയത്തല്ല. കാരണം എന്താ? അവിടുത്തെ താമ് വേറൊരു നജസുമായി എന്താണ് മുലാഖാത്തായി എന്നല്ല അവിടെ പറഞ്ഞത്. പിന്നെ അതവിടെ ഫളലത്ത് പോലെയാണ് എന്നല്ലേ പറഞ്ഞത്? ഫളലത്തായി, ഉള്ളിലേക്ക് എത്തിയ സ്ഥിതിക്ക് മുസ്തഹീലിന്റെ അവസ്ഥയിലേക്കാണ് അതിന് ശിബുള്ളത്. അല്ലാതെ മൂത്രം പോലെ വേറെ ഏതൊരു നജസുമായി കൂടിക്കലർന്നു എന്നല്ലല്ലോ നമ്മൾ പറഞ്ഞത്. അതാ പറഞ്ഞത്. ബിഖിലാഫിഹ തമ്മ വമിൻ തമ്മ ലം യൽഹഖു ബിഹി ബൽഗമൻ അഹ്വിസ്സദ്രി, അതുകൊണ്ട് തന്നെ എന്താണ്? ലറൂരിയത്തല്ലാത്തത് കൊണ്ട് ആ ബാത്തിനിയായ രണ്ട് അല്ല. വമിൻ സമ്മ എന്ന് പറഞ്ഞാല് ആ തആമുൻ ഖാരിജിനോട് ചേർത്തിട്ടില്ല. എന്തിന്? ബൽഗമൻ അഹ്വിസ് സദ്രി കമാമറ, സദർ പോലത്തതിന്റെ, അതായത് സദറും എന്ന പോലെ റൗസും ഉണ്ടല്ലോ, തലയിൽ നിന്ന് വരുന്നത്, ഇതിനെ എന്തിനോട് ചേർത്തിട്ടില്ല? അവിടുന്ന് വരുന്ന ബൽഗം, കഫത്തിനെ ഈ ഭക്ഷണത്തിനോട് ചേർത്തിട്ട് നജസാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇനിയോ അപ്പൊ ബാത്തിലെ മുലാഖാത്ത് മിൻ സമ്മ എന്ന് പറഞ്ഞാൽ ബിഖിലാഫിഹ സമ്മ തആമ് പോലെ ആയതുകൊണ്ട് അല്ല. ഫി ബാത്തിനൈനി, രണ്ട് ബാത്തിനിൽ ലറൂരിയായ മുലാഖാത്താണ്. ബിഖലാഫിഹി താമിന്റെ അവിടെ അങ്ങനെയില്ല. രണ്ട് ബാത്തിനിയിലുള്ള ലറൂരിയായ മുലാഖാത്തില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാല് വമിൻ സമ്മ എന്ന് പറഞ്ഞാല് ആ ബാത്തിനിയായ രണ്ടെണ്ണത്തിലുള്ള എന്താണ് ലറൂരിയായ മുലാഖാത്ത് ഇല്ല എന്ന് ആ ഭക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. ബിഖിലാഫിഹ സമ്മ, അക്കാരണത്താൽ ലം യൽഹഖു ബിഹി, ആ താമിനോട് ചേർത്തിട്ടില്ല. ബൽഗമൻ അഹ്വിസ് സദ്രി, പിന്നെ കമാമറ
വബിമാ തഖററ ഉലിമ അന്ന മാഫിൽ ബാത്തിനി നജസുൻ. അപ്പൊ ആ കഫം എന്താണ് ഏതിലൂടെയാ വരിക? മജ്റത്താമിലൂടെയാണല്ലോ വരിക, അല്ലേ? നെഞ്ചു പോലത്തെ കഫം വരുന്ന എവിടുന്നാ? അത് ഈ തൊണ്ടേന്ന് താഴോട്ട് ഭക്ഷണം ഇറങ്ങുന്ന അതിലൂടെയല്ലേ വരിക. എന്ന പോലെ തലേന്ന് ഇറങ്ങിയാലും അവിടെ എത്തിയിട്ടാണല്ലോ ഇങ്ങോട്ട് വരിക. പിന്നെ ഒലിമ എന്ന പോലെ ഒബിമാ തഖറ ഒലിമ അന്ന മാഫിൽ ബാത്തിനി നജസുൻ, ഉള്ളിലുള്ളതൊക്കെ നജസാണ്. ലാക്കിന്നഹു ഫിൽ ഹയ്യി ലാ യുദാറു അലൈഹി ഹുക്മുൻ നജസി, പക്ഷെ ഹയ്യില് നജസിന്റെ ഹുക്കും അതിന്റെ മേലില് ചുറ്റപ്പെടൂല. ഇല്ല ഇനിത്തസല ബിൽ ലാഹിരി, ആ ഉള്ളിലുള്ളത് ലാഹിറുമായി ബന്ധപ്പെട്ടാലല്ലാതെ. അവിത്തസല ബഅലുൽ ലാഹിരി കഊദിൻ ബിഹി, അല്ലെങ്കിൽ ലാഹിറിന്റെ ബഅല് അതുമായി ബന്ധപ്പെട്ടാലല്ലാതെ, ബിഹി എന്ന് പറഞ്ഞാൽ ആ ബാത്തിനുമായി ബന്ധപ്പെട്ടാലല്ലാതെ, മാഫിൽ ബാത്തിൻ ബാത്തിനുള്ള ഒന്നുമായി ബന്ധപ്പെട്ടാലേ. ആ ലാഹിറിന് ഉദാഹരണം പറഞ്ഞ കഊദിൻ, ഒരു കൊള്ളിക്കഷ്ണം പോലെ, അല്ലെ നൂല് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഖവായിദ് സർക്കശി ഇമാമിന്റെ ഖവായിദിൽ ഇസ്ഹാബും ഫീദാലിക്ക, ഇതിനെക്കുറിച്ച് ഏത് മാഫിൽ ബാത്തിന് നജസാണ് എന്നതിനെ ദീർഘമായി പറഞ്ഞിട്ടുണ്ട്. ഇസ്ഹാബ് എന്ന് പറഞ്ഞാൽ തത്വീലിന വഹാദ ഖുലാസത്തുൽ മുഅ്തമദി മിൻഹു, ആ സർക്കശി ഇമാം പറഞ്ഞതിൽ നിന്ന് മുഅ്തമദായതിന്റെ ഖുലാസ ഇതാണ്. ഏത് ഇപ്പൊ ഈ പറഞ്ഞു കഴിഞ്ഞത്, മാഫിൽ ബാത്തിന് നജസുൻ ലാക്കിന്നഹു ഫിൽ ഹയ്യി ലാ യുദാറു അലൈഹി ഹുക്മുൻ നജസിൻ എന്ന് ഇങ്ങോട്ട് പറഞ്ഞത്. ബൽ ഖൗലുനാ നജസുൻ എന്ന് മാത്രമല്ല, നമ്മളെ ഖൗല് നജസ് എന്ന് പറഞ്ഞത് ലാക്കിന്നഹു ഇലാ ആഖിരിഹി യുജ്മഉ ബിഹി, നമ്മളെ ആ ഖൗല് ഇപ്പൊ പറഞ്ഞല്ലോ, മാഫിൽ ബാത്തിന് നജസുൻ ലാ യുദാറു അലൈഹി ലാക്കിന്നഹു ഫിൽ ഹയ്യി ലാ യുദാറു അലൈഹി എന്നിങ്ങോട്ട് പറഞ്ഞത് യുജ്മഉ ബിഹി, ആ ഖൗല് കൊണ്ട് ജമ്മ ചെയ്യപ്പെടും. ബൈനൽ ഖൗലൈനി, രണ്ട് ഖൗലിന്റെ ഇടയിൽ ജമ്മ ചെയ്യപ്പെടും. എന്താണ് രണ്ട് ഖൗല്? ബി അന്നഹു ലൈസ ഫിൽ ജൗഫി നജാസത്തുൻ, ഒരു ഖൗലിതാ ഉള്ളിൽ നജസില്ല എന്ന് പറഞ്ഞു. വ മുഖാബലിഹി, അതിന്റെ മുഖാബലും ഉള്ളിലുള്ളത് നജസാണ് എന്നും പറഞ്ഞു. അപ്പൊ എന്താകണം? ഉള്ളിലുള്ള നജസ് അല്ല എന്ന് പറഞ്ഞാല് നജാസത്തിന്റെ ഹുക്കും അതിനെന്ത് ചെയ്യൂല, ബന്ധിപ്പിക്കപ്പെടൂല എന്നാ, സംഗതി നജസാണ് എന്നാ മറ്റേന്റെ അർത്ഥം. അപ്പൊ അതിനിങ്ങനെ ചെയ്യാം. ഇനി വയുസന്നു ഗസ്ലുഹു, ആ മനിക്ക് കഴുകൽ സുന്നത്താണ്. റത്തുബൻ, പച്ചയായിരിക്കുമ്പോ കഴുകിക്കളയൽ സുന്നത്താ. കാരണം എന്താ? ഈ ഖിലാഫിനെ പരിഗണിക്കണമല്ലോ. മനിജില്ലാതെ മീൻ നജസാന്ന് പറഞ്ഞ അഭിപ്രായം ഉണ്ടല്ലോ. ഫർക്കുഹു യാബിസൻ, അത് ഉണങ്ങിയിരിക്കുമ്പോ എന്താണ്? ഫർക്ക് ചൊരണ്ടലും സുന്നത്താണ്. ലാക്കിൻ ഗസ്ലുഹു അഫ്ളലു, പക്ഷെ കഴുകലാണ് അഫ്ളല് എന്ന് പറഞ്ഞു. പിന്നെ കഴുകലാണ് അഫ്ളല്. എന്താ കഴുകൽ അഫ്ളല് എന്ന് പറയുമ്പോ അപ്പോ ഫർക്ക് സുന്നത്താന്ന് പറഞ്ഞതോ? അപ്പൊ കഴുകലും ഫർക്കും രണ്ടും സുന്നത്താണ്. അഫ്ളല് എന്താണ്? ആ ഗസ്ലാണ് എന്നിങ്ങനെ. മറ്റേ റത്തുബാവുമ്പോഴോ? റത്തുബാവുമ്പോ കഴുകൽ മാത്രമേ സുന്നത്തുള്ളൂ. അപ്പൊ അതിന് ഇസ്തിദ്റാക്ക് പറയുന്നു. ഖുൽതു അല്ല സഹു തഹാറത്തു മനിയ്യി ഗൈറിൽ കൽബി വൽ ഖിൻസീരി വഫറഇ അഹദിഹിമാ വല്ലാഹു അലം. ആദമിജിന്റെ അല്ലാത്ത എല്ലാ ജീവിന്റെ മനി നജസ് എന്നല്ല, ഈ മുഗല്ലദിന്റെ ഒഴിച്ച് ബാക്കിയെല്ലാ ജീവിന്റെ തന്നെ എന്താണ് മനിജ് താഹിറാണെന്നാ. കാരണം എന്താ? ലിഅന്നഹു അസ്ലു ഹയവാനിൻ താഹിരിൻ, അത് താഹിറായ ഹയവാന്റെ അസ്ലല്ലേ. ഫഅശ്ബഹ മനിജൽ ആദമിയ്യ, അപ്പോ ആദമിയ്യന്റെ മനിജിനോട് ശിബുഹായി. ആദമിയ്യ താഹിറാണ്, അവന്റെ മനിജ് അതിന്റെ അസ്ല് താഹിറായ പോലെ തന്നെ. ഓ മിസ്ലുഹു, ഈ മനിജ് പോലെയാണ് ബൈലു മാലായൂക്കലു ലഹ്മുഹു, ഇറച്ചി തിന്നൽ അനുവദനീയമല്ലാത്ത ജീവിയുടെ ബൈല് മുട്ട. ഫഹുവ താഹിറുൻ, അത് താഹിറാണ്. മുത്തലക്കൻ, മുത്തലക്കൻ എന്ന് പറഞ്ഞാൽ അത് ഉറച്ചാണെങ്കിലും ഇല്ലെങ്കിലും പിന്നെ അതിന്റെ ലററ് അറിയപ്പെട്ടാലും ഇല്ലെങ്കിലും ഒക്കെ. യഹില്ലു അക്ലുഹു, അതിനെ തിന്നൽ പറ്റും. മാലം യുലം ലററുഹു, അതിന്റെ ലററ് അറിയപ്പെടാതിരിക്കുമ്പോ. ചില ജീവിന്റെ മുട്ടക്കൊക്കെ വിഷം ഉണ്ടാവും, തിന്നാല് എന്താണ് അപ്പൊ അതാണ്. പിന്നെ തിന്നണം എന്നുണ്ടെങ്കിൽ ലററ് അറിയപ്പെടാതിരിക്കണം, അനുവദനീയമാണ്. പക്ഷെ മറ്റേ താഹിറാണ്, പോക്കറ്റിലിട്ട് നിസ്കരിക്കുകയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ ബൈലുൽ മൈത്തീൻ തസല്ലബ താഹിറുൻ, ചത്ത ജീവിയുടെ എന്താണ് ഉള്ളിൽ മുട്ടുണ്ട്, അത് എന്താണ് ഉറച്ചെങ്കിൽ താഹിറാണ്. അപ്പൊ കോഴിയത്ത്, താറാവ് എത്ത്, അതിന്റെ ഉള്ളിൽ മുട്ടുണ്ട്, ഉറച്ചതാണെങ്കിൽ താഹിറാ. അല്ലാത്ത ജീവിയാണെങ്കിലും ഇല്ലാ ഫനജസുൻ, അത് ഉറച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നജസാണ് എന്ന് പറഞ്ഞു. ഇനി ലബനിന്റെ മസല പറയുന്നത്. അല്ലാഹ്